ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തൽപുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ജഹസ്താമലകം ജ ശിഷ്യം തം തൊടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത് കഥാപ്രകാശേന മദജ്ഞാനം വിനാശയാം. വന്ദേ നന്ദൗ വ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാദി ഭുവനത്രയം. ദേഹേന്ദ്രിയമനോബുദ്ധിപ്രേരകം സർവസാക്ഷിണം ശ്രീപതിം കരുണാസിന്ധും ശ്രീകൃഷ്ണം ഭാവയേ സദാ. ശ്രീകൃഷ്ണശരണം സമസ്തജഗതാം കൃഷ്ണം വിനാ കാ ഗതി. കൃഷ്ണേന പ്രതിഹന്യതേ കലിമലം കൃഷ്ണായ തുഭ്യം നമാം. കൃഷ്ണാൽത്രസ്യതി കാലഭീമഭുജഗം കൃഷ്ണസ്യ സർവം വശേ. കൃഷ്ണേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ ഭോ കൃഷ്ണ ത്വം ഏവ ആശ്രയഃ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇതുവരെ പരീക്ഷത്തിൻ്റെ കഥയിലേക്ക് എത്രയും മുമ്പ് മറ്റു പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമായിരുന്നു. എന്താണ് വേദവ്യാസ മഹർഷി ഭാഗവതം എഴുതാനുണ്ടായ കാരണം? ഏത് യുഗത്തിലാണ് ഈ ഭാഗവത രചന നടന്നത്? എവിടെ വച്ചിട്ടാണ് ഇത് സംഭവിച്ചത്?
ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നാം ഇപ്പോൾ കണ്ടത്. യുഗങ്ങൾ മാറി മാറി വരുന്നു. അങ്ങനെ 4 യുഗങ്ങൾ മൂന്നാമത്തെ ആവർത്തനത്തിൽ വന്നു. ആ മൂന്നാമത്തെ യുഗങ്ങളുടെ ആവർത്തനത്തിൽ ദ്വാപരയുഗത്തിൻ്റെ അവസാന ഭാഗത്ത് ആണ് സാക്ഷാൽ ഭഗവാന്റെ അംശമായിട്ട് പരാശര മഹർഷിയുടെയും സത്യവതീ ദേവിയുടെയും പുത്രനായി യോഗീശ്വരനായ വേദവ്യാസൻ തിരുവവതാരം ചെയ്തത്. അവിടുന്ന് ത്രികാലജ്ഞാനിയും ദീർഘവീക്ഷണമുള്ള ആളുമായിരുന്നുകൊണ്ട് വരാൻ പോകുന്ന കലികാലത്തിലുള്ള ജനങ്ങളുടെ ബുദ്ധിയുടെ കഴിവ് കുറവും ബുദ്ധിശക്തി മന്ദമായിരിക്കും, കുറവായിരിക്കും എന്നുള്ളതും അവരുടെ പരിമിതികളൊക്കെ മനസ്സിലാക്കി അല്പായുസ്സുകൾ, അല്പബുദ്ധികൾ, കാര്യങ്ങൾ മനസ്സിലാക്കി ഓർമ്മിച്ചു വയ്ക്കാൻ കഴിവ് കുറവുള്ളവർ, ഇങ്ങനെ പല പല പ്രയാസങ്ങളുള്ളവരാവും. അവരൊക്കെ അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വേദത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്നായിരുന്ന വേദത്തെ 4ആയി തിരിച്ച് 4 ശിഷ്യന്മാർ മുഖാന്തരം ലോകത്തിൽ പ്രചരിപ്പിച്ചു. വൈദിക ധർമ്മം അനുഷ്ഠാനം അത് വളരെ പ്രധാനമാണെന്നർത്ഥം. വൈദിക ധർമ്മമാർഗപരത എന്നാണ് പറയാം. വൈദിക ധർമ്മത്തെ അറിഞ്ഞ് അതിൽ അങ്ങേറ്റം താല്പര്യത്തോടുകൂടി അതിനെ അനുഷ്ഠിക്കണം. അപ്പോഴാണ് സത്യസാക്ഷാത്കാരത്തിനുള്ള കഴിവൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ അദ്ദേഹം വിജയിച്ചു. ശിഷ്യന്മാരും അവരെ ശിഷ്യന്മാരൊക്കെ കൂടി വേദത്തെ ധാരാളം ശാഖോപശാഖകളാക്കി ലോകത്തിലൊക്കെ പ്രചരിപ്പിച്ചു. പിന്നെയും ഭഗവാൻ വിചാരിച്ചു വേദമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവർ പിന്നെയും അനേക ശാഖകളാക്കി പ്രചരിപ്പിച്ചാലും അതൊക്കെ നേരിട്ട് വായിച്ച് മനസ്സിലാക്കാനൊക്കെ കഴിവ് പറ്റില്ല. അതുകൊണ്ട് വേദത്തിലെ ആശയങ്ങളെ സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പഞ്ചമവേദം എന്ന് കൂടി അറിയപ്പെടുന്ന വേദസാരമായ മഹാഭാരതം എന്ന ഇതിഹാസം രചിച്ചു. പുരാണങ്ങളും എഴുതി. ഇങ്ങനെ ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദാർത്ഥത്തെ വിസ്തരിച്ചു. ഇതിഹാസ പുരാണാഭ്യം വേദാർത്ഥം ഉപബൃംഹയേത് എന്നാണ് പറയാം. വേദാർത്ഥത്തെ വിസ്തരിച്ച് ലളിതമാക്കി സാമാന്യക്കാരിലേക്ക് എത്തിക്കലാണ് ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ദൗത്യം. അതിനുവേണ്ടിയാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്ത് വേണം? ധർമ്മത്തിൻ്റെ പ്രഥമത്തെക്കുറിച്ച് ധർമ്മമാർഗത്തിലൂടെ നിങ്ങൾ ചരിച്ച് അർത്ഥകാമങ്ങൾ നേടൂ. അധർമ്മത്തിലൂടെ പോയാൽ എന്തുണ്ടാവും? ധർമ്മത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, തിരസ്കരിച്ചുകൊണ്ട്, പുല്ലുപോലെ ചവിട്ടി മരിച്ചുകൊണ്ട് അർത്ഥകാമങ്ങൾ ഉണ്ടാക്കാൻ, പണവും ഭോഗങ്ങളും അനുഭവിക്കാൻ പുറപ്പെട്ടവരുടെ കഥയാണ് കൗരവന്മാരുടെ കഥ, അല്ലേ? അവർ അജ്യവും ഭോഗങ്ങൾക്കും വേണ്ടി പടവരുതി ഒക്കെ നശിച്ചു. എന്നാൽ ധർമ്മത്തിലൂടെ അർത്ഥം സമ്പാദിച്ചവരുടെ കഥയാണ് പാണ്ഡവന്മാരുടെ കഥ. ഇതൊക്കെ മഹാഭാരതത്തിൽ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം സന്തുഷ്ടനാവേണ്ടതാ ശരിക്കും. പക്ഷെ അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായില്ല. എന്താ അതിൻ്റെ അർത്ഥം? അത് നമ്മളെ സംബന്ധിക്കുന്ന ചോദ്യമാണിത്. ഇത് വേദവ്യാസന്റെ സങ്കടമല്ല. വേദവ്യാസൻ ആത്മജ്ഞാനിയാണ്, ഈശ്വര അവതാരമാണ്. അദ്ദേഹത്തിന് സങ്കടമൊന്നുമില്ല. മഹാത്മാക്കളുടെ ദുഃഖം അജ്ഞന്മാരായ നമ്മളെപ്പോലെയുള്ളവരുടെ ദുഃഖം കണ്ടിട്ടുള്ള ദുഃഖം മനസ്സിലായില്ലേ? നമ്മുടെ ദുഃഖം കാണുമ്പോൾ അവർക്ക് സഹിക്കില്ല. അവരാ ദുഃഖം നീക്കാൻ വേണ്ടിയിട്ട് ആവും പോലെ പരിശ്രമിക്കും. അത് കൃപ കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്. അതായത് മഹാഭാരതത്തിൽ ധർമ്മം അനുഷ്ഠിക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? അർത്ഥകാമങ്ങൾ നേടാൻ. ധർമ്മത്തിലൂടെ നിങ്ങൾ പണം ഉണ്ടാക്കിക്കോളൂ, ധർമ്മത്തിലൂടെ നിങ്ങൾ കാമങ്ങൾ അനുഭവിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ധർമ്മം അർത്ഥകാമങ്ങൾക്കുള്ള മാർഗമായിട്ട് അഥവാ ഉപായമായിട്ടാണ് മഹാഭാരതത്തിൽ ധർമ്മത്തെ പറഞ്ഞത്. അല്ലാതെ ധർമ്മത്തെ ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായമായിട്ടല്ല പറഞ്ഞത്. അതാണ് അതിൻ്റെ പരിമിതി. അപ്പോൾ അങ്ങനെ നമ്മൾ ധർമ്മം അനുഷ്ഠിച്ചാൽ നമുക്ക് സംതൃപ്തി കിട്ടുമോ? കിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഗതി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. മനസ്സിലായി? ഇങ്ങനെ രംഗം. അപ്പോൾ ഒരാൾ എത്ര തന്നെ ധർമ്മം അനുഷ്ഠിച്ചു, ധർമ്മനിഷ്ഠനായി ജീവിച്ചു, പക്ഷേ അയാൾ എന്തിനു വേണ്ടി ധർമ്മം അനുഷ്ഠിച്ചത്? പണത്തിന് വേണ്ടി, പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, രാജ്യഭോഗങ്ങൾക്ക് വേണ്ടി, ഈ ലൗകിക ഭോഗങ്ങൾക്ക് വേണ്ടി, അല്ലേ? അതൊക്കെ എത്ര തന്നെ ഉണ്ടാക്കിയാലും അനുഭവിച്ചാലും എന്താണ് സ്ഥിതി? ധർമ്മം കൊണ്ട് പുണ്യലോകങ്ങളിൽ പോകാം, സ്വർഗാദി ലോകങ്ങളിൽ പോകാം, ബ്രഹ്മലോകം വരെ പോകാം. പോയി വീണ്ടും ഇവിടെ ജനിക്കണം, മോക്ഷമില്ല. അപ്പോൾ
അധർമ്മം അവിടെ പറഞ്ഞത് വാസ്തവത്തിൽ വിജയിച്ചോ? ഇല്ല. ധർമ്മത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം സാധിച്ചില്ല. അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ധർമ്മം അനുഷ്ഠിക്കാൻ പറഞ്ഞപ്പോൾ അതാണ് നാരദ മഹർഷി ചൂണ്ടിക്കാണിച്ചത്. അങ്ങ് വലിയ അപകടമാണ് ചെയ്തത്. അർത്ഥകാമങ്ങളുടെ പുറകെയാണ് പൊതുവെ ആൾക്കാർ പോണതല്ലേ. അതിനുള്ള ഉപായമായി ധർമ്മത്തെ പറഞ്ഞു, അല്ലാതെ ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായമായിട്ട് ധർമ്മത്തെ അനുഷ്ഠിക്കാൻ അങ്ങ് പറഞ്ഞില്ലല്ലോ. അതാണ് പോരായ്മ. അതാണ് ഭാഗവതത്തിൽ വന്നപ്പോൾ അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ധർമ്മം അനുഷ്ഠിക്കാൻ പറഞ്ഞില്ല. പിന്നെയോ ധർമ്മസ്യഹി അപവർഗസ്യ ന അർത്ഥ അർത്ഥായ ഉപകൽപ്പതേ എന്ന് എടുത്തു പറഞ്ഞു, അടിവരായിട്ട് പറഞ്ഞത്. അർത്ഥകാമങ്ങൾക്കുള്ള ഉപായമല്ല ധർമ്മം, പിന്നെയോ മോക്ഷത്തിനുള്ള മാർഗമാണ് ധർമ്മം. ആ ധർമ്മം ആചരണം നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കണമെങ്കിലോ ധർമ്മത്തിലൂന്നിയ അർത്ഥം, ആ അർത്ഥം ധാർമ്മിക കാര്യങ്ങൾക്ക് ചിലവാക്കണം. ആ ധർമാചരണത്തിന് വേണ്ടി ശരീരം നിലനിർത്താൻ വേണ്ടത്ര മാത്രം കാമമാവാം, ഭോഗമാവാം. അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ജീവസ്യ തത്വജിജ്ഞാസ, സത്യമറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. ആ സത്യമാണ് ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ എന്നൊക്കെ പറഞ്ഞത്. ജന്മാദ്യസ്യ എന്ന് പറഞ്ഞതേ ഈ ജഗത്തിൻ്റെ ഈ ആരിൽ നിന്ന് ഈ പ്രപഞ്ചമുണ്ടായി നിലനിന്ന് തിരിച്ചു ജയിക്കുന്നുവോ ആ പ്രപഞ്ചത്തിൻ്റെ പരമകാരനായ സർവേശ്വരൻ എന്ന് പറഞ്ഞത്. ആ സാക്ഷാത്കാരമാണ് ലക്ഷ്യം. അത് സാധിക്കണമെങ്കിലോ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധി ഹരിതോഷണം. ആ ധർമ്മം എന്തിനു വേണ്ടി അനുഷ്ഠിക്കണം? വെറും അർത്ഥകാമങ്ങൾക്ക് വേണ്ടി അനുഷ്ഠിക്കാൻ പാടില്ല. ധർമ്മം അനുഷ്ഠിക്കണം. ആ ധർമ്മം ഈശ്വരപ്രീതിക്കായി ഈശ്വരൻ അർപ്പിച്ചുകൊണ്ട് അനുഷ്ഠിക്കണം. ഇതാണ് വൈദിക ധർമ്മത്തിൻ്റെ രഹസ്യം. അത് ഭാഗവതത്തിലേ പറഞ്ഞുള്ളൂ, മറ്റെവിടെയും പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ടാണ് വ്യാസൻ്റെ മനസ്സിന് സംതൃപ്തി കിട്ടാഞ്ഞത്, കൃതാർത്ഥത വന്നില്ല എന്നർത്ഥം. അല്ലെങ്കിൽ അതുകൊണ്ട് കൃതാർത്ഥനായെങ്കിൽ ഭാഗവതം എഴുതില്ല അദ്ദേഹം അല്ലേ. അപ്പം ഈ ഭാഗവതത്തിൽ അവിടുത്തെ പോരായ്മ ചൂണ്ടിക്കാണിക്കാനും ആ പോരായ്മയെ പൂർത്തീകരിക്കാനും സാധിക്കില്ലായിരുന്നു. ഇവിടെ പൂർത്തീകരിച്ചു. ഭാഗവത എഴുതിയോടുകൂടി കൃതാർത്ഥനായി, പരിപൂർണനായി അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഈ ഭാഗവതത്തിൽ പ്രതിപാദിച്ച പ്രകാരം ധർമ്മം അനുഷ്ഠിക്കുന്നവന് മാത്രമേ ഈ ജീവിതത്തിൽ പരിപൂർണമായ ധന്യതയും കൃതാർത്ഥതയും ഉണ്ടാവുള്ളൂ എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് ഇങ്ങനൊരു കഥ ഒരുക്കി വെച്ചതിലൂടെ. മനസ്സിലായോ? ഈ കഥയുടെ താല്പര്യം ഇതാണ്. അല്ലാതെ ഭാഗവതം കഴിഞ്ഞിട്ട് വ്യാസന് പോലും സമാധാനം കിട്ടിയിട്ടില്ല, പിന്നെയാണ് ഇപ്പോൾ നമുക്കെന്ന് അങ്ങനെ നമ്മളൊക്കെ കാണാം അല്ലേ. അങ്ങനെയല്ല, വ്യാസന്റെ ഇതിലൂടെ കാണിക്കുന്നത് നമ്മളുടെ അർത്ഥകാമങ്ങൾക്ക് വേണ്ടി എത്ര ധർമ്മം അനുഷ്ഠിച്ചാലും നിങ്ങൾക്ക് ശാന്തി കിട്ടില്ലടാ, സമാധാനം കിട്ടില്ലടോ എന്ന് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ഈശ്വരന് വേണ്ടി ധർമ്മം അനുഷ്ഠിക്കൂ, ഇത് പഠിപ്പിക്കാനാണ്. ഇനി ഭാഗവതത്തിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി കേമാക്കിയത് എന്താ? അത് ഇനിയിപ്പോൾ ധർമ്മം വിട്ടാലും ഭഗവാനെ ഹരിഭക്തിയോട് ഭഗവാനെ പരിപൂർണമായി ആശ്രയിക്കുന്ന ഭക്തന് അധപ്പതനില്ല. ഈ ജന്മത്തിൽ തന്നെ പരിപൂർണത കൈവരിക്കാൻ പറ്റിയില്ല, ഈശ്വരപ്രാപ്തി സാധിച്ചെങ്കിലും ഈ സംസ്കാരം കൊണ്ട് അടുത്ത ജന്മം തീർച്ചയായിട്ടും ആ ഈശ്വരഭക്തി മാർഗത്തിൽ പ്രവർത്തിച്ച് ആ ഈശ്വര സാക്ഷാത്കാരം കൈവരിക്കുക തന്നെ ചെയ്യും. എന്നാൽ കേവല ധാർമ്മികന് ഈ ജന്മവും അടുത്ത ജന്മം ഒന്നും കിട്ടുന്നത് ഒരു ഉറപ്പില്ല. ഇങ്ങനെയും കൂടി പറഞ്ഞു അല്ലേ. അതിനത് ഭക്തിയുടെ മഹത്വം കുറേ കൂടി കേണിപ്പിക്കാൻ, മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് അർത്ഥം. അപ്പോൾ ഇതാണ് ലോകത്തിന് വേണ്ടത്. വൈദിക ധർമ്മം പ്രചരിപ്പിച്ചു, വേദം പഠിച്ചു, വേദം പ്രചരിപ്പിച്ചു, ഇതൊക്കെ ചെയ്തു, ധർമ്മം അനുഷ്ഠിച്ചു, ഇതൊന്നും കാര്യമില്ല. അതുകൊണ്ട് പണം ഉണ്ടാക്കി കുറേ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചു. അതുകൊണ്ടൊന്നും മനുഷ്യന് ജീവന് പൂർണ്ണ സംതൃപ്തിയും കൃതാർത്ഥതയും കൈവരില്ല മഹർഷേ, അഥവാ കൈവരില്ല ജനങ്ങളെ എന്ന് പറയുകയാണ് ഭാഗവതകാരൻ അഥവാ നാരദ മഹർഷി. പിന്നെന്ത് ചെയ്യണം? ഈശ്വരൻ്റെ മഹാത്മ്യങ്ങളെ കേൾക്കാൻ അവസരം ഉണ്ടായാലേ ഭക്തി ഉണ്ടാവുള്ളൂ. വാസുദേവസ്യ മഹിമ ന അനുവർണിത. എത്രത്തോളം പ്രാധാന്യം ധർമ്മത്തിന് കൊടുത്തിട്ടുണ്ടോ, അർത്ഥകാമങ്ങൾക്ക് കൊടുത്തോ, മറ്റു പുരുഷാർത്ഥങ്ങൾക്ക് കൊടുത്തോ, അത്രത്തോളം ഈശ്വരനും ഈശ്വരഭക്തിയും കൊടുത്തുവോ? ഈശ്വരൻ്റെ മഹാത്മ്യങ്ങളൊക്കെ കൊടുത്തില്ലല്ലോ. അതാണ് ചെയ്യേണ്ടത്. മാത്രമല്ല അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗം എന്നാ പറഞ്ഞേ. സർവ്വ ദുഃഖങ്ങളെയും അനർത്ഥങ്ങളെയും ക്ലേശങ്ങളെയും ഇല്ലാണ്ടാക്കാനുള്ള കഴിവ് ആർക്കാണുള്ളത്? ഭഗവത് ഭക്തിക്കാണുള്ളത് അത്രേ. അതാ ആ ഭഗവത് ഭക്തിക്കുള്ള ഉപായമായി ഭഗവാന്റെ ലീലകളുടെയും ഗുണഗണങ്ങളുടെയും മഹാത്മ്യങ്ങൾ വർണ്ണിക്കൂ, തിരുനാമത്തെ വർണ്ണിക്കൂ, ജപിക്കൂ. ഇതാണ് ലോകത്തോട് അങ്ങ് പറയേണ്ടത്. എന്നിട്ടാണ് സ്വന്തം ജീവിത കഥ പറഞ്ഞു കൊടുത്തു. ദാസീപുത്രൻ ദാസീപുത്രൻ നിന്ന് നാരദനിലേക്കുള്ള ഉയർച്ചയുടെ ആ രഹസ്യം, ആ വളർച്ചയുടെ രഹസ്യം കേവല സത്സംഗവും ഈശ്വര ശരണാഗതിയുമാണെന്നർത്ഥം. ഈശ്വരഭക്തി വെച്ചാൽ ഈശ്വര ശരണാഗതി. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ എന്തിനു പറഞ്ഞു വെച്ചാൽ
വളരെ വളരെ രഹസ്യകരമാണത്. ചിലപ്പോൾ കഥ പറഞ്ഞു പോകുമ്പോൾ ഈ മെയിൻ പോയിന്റുകൾ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും ആ ഒഴുക്കിൽ. അതിൻ്റെ രഹസ്യങ്ങൾ, മർമ്മങ്ങൾ പിടിക്കണം. അതാ അപ്പോൾ എന്തിനാ ഇപ്പോൾ വേദവ്യാസ മഹർഷിയോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്? വേദവ്യാസൻ സർവജ്ഞനല്ലയോ, ഈശ്വര അവതാരമല്ലയോ, പിന്നെന്താ യോഗിയല്ലയോ, ത്രികാലജ്ഞാനിയല്ലയോ, പിന്നെ നാരദം എന്ന് പറയണമെന്നാണെങ്കിൽ ഗുരു ഉപദേശിക്കാതെ ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഗുരുവിൻ്റെ ആവശ്യകത നമ്മളെ പഠിപ്പിക്കാനാ. ഇതൊന്നും വ്യാസനെ പഠിപ്പിക്കാനല്ല കേട്ടോ, ഇതിൻ്റെ മുഴുവൻ ഉദ്ദേശം നമ്മളെ പഠിപ്പിക്കലാണ് അർത്ഥം. നീ ഗുരു വേണ്ടാന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഗുരുപദേശം കൊണ്ട് മാത്രമേ ആ സത്യം അറിയാൻ കഴിയുള്ളൂ. ആചാര്യവാൻ പുരുഷോ വേദ എന്നാണ് വേദം. ആചാര്യനുള്ളവനാണ് ആചാര്യമുഖത്തിലൂടെ ശ്രവണം ചെയ്ത് ആ പരമസത്യസ്വരൂപനായ പരംപുരുഷനെ സാക്ഷാത്കരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ആചാര്യമുഖാൽ ശ്രവണം കുര്യാത്. അതുകൊണ്ട് ആചാര്യമുഖത്തിൽ നിന്ന് ശ്രവണം ചെയ്യണം. അതുകൊണ്ട് ഒരു ആചാര്യനും ഗുരുവൊന്നും ഇല്ലാണ്ട് സ്വയം പുസ്തകം വായിച്ചിട്ട് നമ്മൾ പണ്ഡിതനാകാം, PhD ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാം. അദ്വൈത വേദാന്തത്തിൽ PhD എടുത്ത് ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാം. പക്ഷേ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ഗുരുകൃപയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് സൂചിപ്പിച്ചു ഇവിടെ. അതിനുശേഷം പറഞ്ഞു, അങ്ങക്ക് എല്ലാം അറിയും, സമാധിന അനുസ്മര തദ്വിജേഷ്ഠിതം. ചെയ്യേണ്ടത്രേ ഉള്ളൂ, സമാധിയിൽ ധ്യാനത്തിൽ ആ ഭഗവാന്റെ മഹിമയെ കണ്ട് അതിനെ ലോകത്തിൽ ഉപകാരപ്രദമാകും വണ്ണം അവർക്ക് എങ്ങനെയായ അത് കേട്ടാൽ ഭക്തി ജനിക്കോ അപ്രകാരം അതിനെ വിവരിക്കൂ, വർണ്ണിക്കൂ എന്നും പറഞ്ഞ് നാരദൻ വീണയിൽ ഭഗവാന്റെ മഹിമയും പാടിക്കൊണ്ട് പോകും ചെയ്തു. വ്യാസ മഹർഷി ധ്യാനിച്ചു. അതിന് പറ്റിയ സ്ഥലമാണ് അദ്ദേഹം എന്ന് പറഞ്ഞു അല്ലേ. സമ്യാപ്രാസം ഇതി പ്രോക്ത മുനീനാം സത്രവർദ്ധന. അവർക്കിടെ ആ ആത്മജ്ഞാനത്തെ വർദ്ധിപ്പിക്കാൻ പറ്റിയ സാഹചര്യമാണ് ആ ബദരീനാഥത്തിലെ ആ വ്യാസാശ്രമം, ആ സ്ഥലം ചുറ്റുപാട്. അവിടെ ഇരുന്ന് സ്നേഹശുദ്ധി ചെയ്ത് ഭഗവത് ധ്യാനം ചെയ്തതോടുകൂടി ആ ഈശ്വരനെ ഹൃദയത്തിൽ കണ്ടു, സാക്ഷാത്കരിച്ചു. ഈശ്വരനെ മാത്രമല്ല, ഈശ്വരൻ മാത്രമായിരുന്നു കഴിഞ്ഞാൽ ലോകം ഉണ്ടാവില്ല. ഈശ്വരന് ഈ ലോകസൃഷ്ട്യാദികൾ ചെയ്യാൻ കഴിവ് കൊടുക്കുന്ന ആ ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന ആ ഈശ്വരശക്തിയായ മായയെയും കണ്ടു. മാത്രമല്ല ആ ഈശ്വരശക്തിയാവുന്ന മായ ഈ ജീവന്മാരെയൊക്കെ മോഹിപ്പിച്ച് മോഹവലയത്തിലാക്കി അവരെ ഈ സംസാരത്തിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്നും കണ്ടു. ആ മായയാൽ മോഹിതരായ ജീവന്മാര് അവനവൻ്റെ സ്വരൂപം ഈ ആത്മാവാണ് ഞാൻ, ദ്രഷ്ടാവായ ആത്മാവാണ്, സാക്ഷിയായ ആത്മതത്വമാണ് ഞാനെന്നത് മറന്ന് ജഡവും നശ്വരവും ദൃശ്യവുമായ ദേഹമാണ് നാം എന്ന് തെറ്റിദ്ധരിക്കണമുണ്ടോ എന്നർത്ഥം. അതാണ് മോഹം. അതിൻ്റെ ഫലമായിട്ടോ ഈ ദേഹത്തിലും മനഃചിന്തകളിലും ഒക്കെ കുടുങ്ങി ഞാൻ ജനന മരണങ്ങളോടുകൂടിയവൻ, ഞാൻ സംസാരി, ഞാൻ ദുഃഖി, ഞാൻ സുഖി എന്നൊക്കെ വിചാരിച്ച് എനിക്ക് എൻ്റെ ദുഃഖ നിവൃത്തിക്കും സുഖപ്രാപ്തിക്കും വേണ്ടി ഈ ദൃശ്യമായ പ്രപഞ്ചത്തിൽ ഓരോന്ന് സാധിക്കാമെന്ന് വിചാരിച്ച് അതിൽ ആഗ്രഹങ്ങളാൽപ്രദമായ കർമ്മങ്ങളായി ആ കർമ്മങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും സുഖദുഃഖങ്ങളും ജനന മരണങ്ങളുമായി ഇങ്ങനെ ജീവൻ കിടന്ന് വട്ടം കറങ്ങണതും കണ്ടു. നോക്കണം, ഇതൊക്കെ മഹർഷി കണ്ടു എന്ന് പറയാൻ എന്താർത്ഥം? ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് നമ്മളൊക്കെ ഇങ്ങനെ വട്ടം കറങ്ങാൻ കാരണം. അല്ലാണ്ട് ഇത് പഴയ കഥയായിട്ട് പഠിക്കരുതേ, മനസ്സിലായില്ലേ? ഇത് ഭാരതനും വ്യാസനും നടന്ന വിഷയമായിട്ട് എടുക്കുന്നതായി നമ്മൾ വരില്ലേ, നമ്മൾ അവിടെ തന്നെ ഇരിക്കുള്ളൂ, എത്ര ഭാഗവതം കേട്ടാലും പഠിച്ചാലും. മനസ്സിലായില്ലേ? ഇത് നമ്മളെ ഓരോരുത്തർക്കും നമ്മളോട് ഓരോരുത്തരോടും പറയാണ് നാരദൻ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കേൾക്കണം, ഇത് എന്നോട് പറയുകയാണ്, അങ്ങനെ വിചാരിക്കണം. നാരദൻ നമ്മളോട് ഓരോരുത്തരോടാണ് പറയേണ്ടത്, ഇതാണ് സംഗതി. അപ്പോൾ ആ ഭഗവാന്റെ മായയിൽപ്പെട്ട ജീവന്റെ അവസ്ഥ കൊണ്ടു ഈ സംസാരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവൻ എങ്ങനെ ഇവിടുന്ന് മോചനം? ഒരൊറ്റ വഴിയുള്ളൂ, തയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകമായമയ്ക്ക് അടിമപ്പെട്ട ആ ജീവൻ ആ ഈശ്വരനെ ശരണമടയുന്നു. ആ പുണ്യത്തിന്റെ പരിഭാഗം കൊണ്ട് ഏതെങ്കിലും ഭക്തന്മാരെ കാണുന്നു, മഹാത്മാക്കളെ കാണാനിട വരുന്നു, നാരദന് പൂർവ്വജന്മത്തിൽ സാധിച്ച മാതിരി. അങ്ങനെ ആ ഈശ്വരൻ്റെ മഹാത്മ്യങ്ങളിൽ ശ്രദ്ധ വരുന്നു. ഈശ്വര വിഷയത്തിൽ ശ്രദ്ധ വന്ന് ശ്രവണം കൊണ്ട് ഈശ്വരൻ്റെ മഹാത്മ്യം അറിഞ്ഞ് ഈശ്വരനെ ആശ്രയിക്കാനിട വരുന്നു. അനർത്ഥോപശപം സാക്ഷാൽ ഭക്തിയോഗം അതോക്ഷജേ. സർവഹൃദയങ്ങളിലും അന്തര്യാമിയായി വിളങ്ങുന്ന സർവേശ്വരൻ്റെ പദപത്മങ്ങളിൽ ഭക്തിയുണ്ടായാൽ മാത്രമേ ഈ ജീവന് ഈ അനർത്ഥത്തിൽ നിന്ന്, ഈ ജനനമരണ സംസാര ഭ്രമത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുകയുള്ളൂ എന്നും വ്യാസ മഹർഷിക്ക് ബോധ്യമായിരുന്നു ആ ധ്യാനത്തിൽ. ഇത് അറിയുന്ന വിദ്വാൻ അദ്ദേഹത്തിന് മനസ്സിലായി,
പക്ഷേ ഇത് അറിയാത്ത നമ്മളൊക്കെ അവിദ്വാൻമാരാ. ലോകസ്യ അജാനത, ഈശ്വരനെ ആശ്രയിക്കലും ഈശ്വര ഭക്തിയും ഈശ്വരൻ്റെ വേണ്ടി ഈശ്വരൻ്റെ ഗുണഗണങ്ങൾ ശ്രവിക്കലും അതിന് മുഖ്യോപായമായ സത്സംഗമൊക്കെയാണ് സംസാരക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് അറിയാതെയാണല്ലോ ലോകത്തിലെ അധികം ആൾക്കാരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇതറിയുന്ന വിദ്വാൻ അവിദ്വാൻമാർക്ക് വേണ്ടിയിട്ട് സാത്വത സംഹിതാം ചക്രേ, ഈ മഹത്തായ ഭഗവാന്റെ മാഹാത്മ്യം, ആ അവതാര ലീലകളുടെ അവതാര ലീലകളെ കൊണ്ട് ഈശ്വരന്റെ മഹിമകളെ വർണ്ണിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം എന്ന മഹത്തായ ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ചു. ഇത് കേട്ടാ മതി. യസ്യാം വൈ ശ്രൂയമാണായാം, ഈ ഭാഗവതം കേട്ടുകൊണ്ടിരുന്നാൽ മതി. ആ പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ നമുക്ക് പ്രേമുണ്ടാവും, ഭക്തി ഉണ്ടാകും. ആ ഭക്തി എങ്ങനെയുള്ളതാ? അജ്ഞാനത്തെ, തെറ്റിദ്ധാരണയെ, മായ കൊണ്ടുണ്ടായ ദേഹാഭിമാനമാവുന്ന തെറ്റിദ്ധാരണയെ ഇല്ലാണ്ടാക്കും. അതിൻ്റെ ഫലമായിട്ടോ എല്ലാ ദുഃഖത്തെയും ഭയത്തെയും ഇല്ലാണ്ടാക്കുന്നതാ. ഈ അജ്ഞാനം കൊണ്ടുണ്ടായ തെറ്റിദ്ധാരണ കൊണ്ട് ദേഹത്തിൽ ഞാനെന്നും എൻ്റെ എന്നൊക്കെ തോന്നിയ ആ ഭാവനയാണ് എല്ലാ ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അടിത്തറ. അതൊക്കെ പോകും നത്തം. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം എഴുതി മാത്രമല്ല, കൃത്വ അനുക്രമ്യ, അത് നല്ലോണം പരിശോധിച്ച് നോക്കി. തെറ്റുകുറ്റങ്ങളൊക്കെ നോക്കാന്ന് പറയുക നമ്മൾ. എഴുതി വീണ്ടും അതിനെ പരിശോധിച്ചു. എന്നിട്ടോ ഇത് ഏറ്റവും നല്ലൊരാളെ പഠിപ്പിച്ച് ലോകത്തിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ ഏൽപ്പിക്കണമല്ലോ. അതിന് പറ്റിയ ആളാരാണ് എന്ന് അദ്ദേഹം ആലോചിച്ചു. അപ്പോഴോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് ആരാ? ഓ, അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ മായയെ ജയിച്ച് ജീവൻ മുക്തനായി പുറത്തു വന്ന് ഒന്നിനും കാത്തു നിൽക്കാതെ ആ ഹരിയിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് നേരെ കാട്ടിലേക്ക് ഓടിപ്പോയ തൻ്റെ പുത്രനായ ശുഗദേവനെ കുറിച്ചാണ് ഓർമ്മ വന്നത്. അതുകൊണ്ടോ ശുഗം അധ്യാപയാമാസ, ശുഗദേവനെ ഇത് പഠിപ്പിച്ചു. നിവർത്തിനിരതം മുനിം, എങ്ങനെയുള്ള ആൾ അദ്ദേഹം? നിവൃത്തിയിലാണ് അദ്ദേഹത്തിന് താല്പര്യം, പ്രവൃത്തിയിലല്ല അർത്ഥം. നിവൃത്തിക്ക് എന്താ? ധർമ്മം രണ്ട് തരത്തിലാണ്. ഒന്ന് പ്രവൃത്തി മാർഗം, ഒന്ന് നിവൃത്തി മാർഗം എന്നർത്ഥം. നിവൃത്തി ധർമ്മവും പ്രവൃത്തി ധർമ്മവും. പ്രവൃത്തി എന്താ? പ്രവൃത്തി വെച്ചാൽ ഈ ലോകത്തിൽ ഓരോ വ്യക്തിയും അവരവരുടെ കടമകളും കർത്തവ്യങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് അതിലൂടെ ഈ ലോകത്തിലുള്ള നേട്ടങ്ങളൊക്കെ നേടി അർത്ഥകാമങ്ങളൊക്കെ അനുഭവിച്ച് അതിൻ്റെ പരിമിതികളൊക്കെ മനസ്സിലാക്കിയിട്ട് ക്രമേണ പതുക്കെ തിരിച്ചു വരും ഈശ്വരനിലേക്ക്, അതിൽ വിരക്തി വന്നിട്ട്. പക്ഷെ ആ പ്രവൃത്തി പോലും ഇങ്ങനെ ഒരു ലക്ഷ്യം ഇല്ലെങ്കിൽ, ഈശ്വര ആരാധനമായി ചെയ്തില്ലെങ്കിൽ അവിടെ നമുക്ക് നിവർത്തിക്കാൻ പറ്റില്ല. നിവർത്തിച്ചാൽ ഈ ലോക വ്യവഹാരങ്ങൾക്കൊന്നും നിൽക്കാതെ, ലൗകിക കർമ്മങ്ങളിലൊന്നും മുഴുകാതെ നേരെ ശ്രവണ മനന ധ്യാനാദികളിൽ മുഴുകിക്കൊണ്ട് മനസ്സിനെ ഈശ്വരപാദങ്ങളിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഗുരുനാഥനെ ആശ്രയിച്ച് ശ്രവണ മനന ധ്യാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ കർത്തവ്യം, ഡ്യൂട്ടി. അത് മാത്രം ചെയ്തിരിക്കുക. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ധർമ്മം. ദ്വിവിധോ വേദോക്ത ധർമ്മ, ദ്വിവിധോ ഹി വേദോക്ത ധർമ്മ. വേദത്തിൽ പ്രതിപാദിച്ച ധർമ്മം രണ്ട് പ്രകാരത്തിലാണ് എന്ന് പറയാണ് ആചാര്യസ്വാമികൾ. എന്തൊക്കെയാ? പ്രവൃത്തി, പ്രവൃത്തഞ്ച, നിവൃത്തഞ്ച. പ്രവൃത്തി ധർമ്മമെന്നും നിവൃത്തി ധർമ്മമെന്നും. ആ നിവൃത്തിധർമ്മത്തെ സനകാദി മഹർഷിമാർക്ക് ഉപദേശിച്ചു അത്രേ ഭഗവാൻ ആദ്യം. എന്നിട്ട് ലോകത്തിൽ അത് പ്രചരിപ്പിച്ചു അവരോട്. എന്നാൽ പ്രവൃത്തിധർമ്മത്തെയോ മരീച്യാദീൻ, മരീചി മുതലായ അത്രി അംഗരസ് മുതലായ സപ്തർഷികളെ പഠിപ്പിച്ച് അവരിലൂടെ ലോകത്തിൽ പ്രചരിപ്പിച്ചു. ഇങ്ങനെ സൃഷ്ടിയുടെ ആദിയിൽ ഭഗവാൻ ഈ രണ്ട് ധർമ്മത്തെയും ലോകത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള ആൾക്കാരെയും വക്താക്കളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സനകാദികളോട് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിൽ വിഷയവിരക്തന്മാരും ഈശ്വര സാക്ഷാത്കാരത്തിന് തീവ്ര ജിജ്ഞാസയുള്ള ആൾക്കാരെ ഇത് പഠിപ്പിക്കും കേട്ടോ. മരീചിയാദികളോട് പറഞ്ഞു, മഹർഷിമാരോട്. സനകാദികൾ വിവാഹം കഴിച്ചിട്ടില്ല, മരീചിയാദികൾക്ക് വിവാഹം കഴിച്ചവരാ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ സംഘന്മാരും വിരക്തന്മാരായി അന്തർമുഖന്മാരായി ഏകാന്ത ജപധ്യാനങ്ങളിൽ മുഴുകുന്നവർ, അതിന് മനസ്സിൽ പറ്റിയ ആൾക്കാർ. മറ്റേ ആൾക്കാരോ ഗൃഹസ്ഥാശ്രമം ജീവിച്ച് ഈ ലോകത്തിലുള്ള കടമകളും കർത്തവ്യങ്ങൾക്ക് സമൂഹത്തിനോട് ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിച്ച് ക്രമത്തിൽ അവർക്കും ഈ പ്രവൃത്തിയിൽ നിന്ന് നിവർത്തിക്കണം. മനസ്സ് ഈശ്വരനിൽ ഉറച്ചാലേ ആർക്കും ശാന്തിയുള്ളൂ, സുഖമുള്ളൂ, സമാധാനമുള്ളൂ. പക്ഷേ അവർക്ക് അങ്ങനെയുള്ള ഇതിലൂടെ കടന്നു പോയാലേ ആ പരിപക്വത വരുള്ളൂ. അതിനുവേണ്ടി രണ്ട് തരത്തിലുള്ള മാർഗധർമ്മത്തെ ലോകത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഭഗവാൻ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നോക്കണേ, എന്തായാലും ഒരു സംവിധാനം, വെറുതെ ഒരു പ്ലാനിങ് ഇല്ലാണ്ടല്ല ഭഗവാൻ സൃഷ്ടി നടത്തണേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സൃഷ്ടി നടത്തിയ ഭഗവാൻ ഈ സൃഷ്ടിജാലങ്ങൾക്ക് ഇവിടുന്ന് മോചിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തത് നമ്മളത് പഠിച്ച് മനസ്സിലാക്കിയ അതിനെ ജീവിതത്തിൽ പകർത്താത്തത് കൊണ്ടാണ്.
ആ അങ്ങനെ അത് പരമ്പരയായിട്ട് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അർത്ഥം. പക്ഷേ ചില ആൾക്കാർ എന്ത് ധരിച്ചു, ഈ പ്രവൃത്തി തന്നെയാണ് ജീവിത ലക്ഷ്യം എന്ന്. പ്രവർത്തിക്കലല്ല, പകൽ മുഴുവൻ നമ്മൾ പ്രവർത്തിക്കും. പകൽ വിളിച്ചാൽ രാത്രി ഉറങ്ങണ്ടേ? കുറേ നേരം ഒരു 4 മണിക്കൂറെങ്കിലും ഉറങ്ങിയാലേ വീണ്ടും പ്രവർത്തിക്കാനുള്ള ശക്തി കിട്ടുള്ളൂ, ഊർജ്ജം കിട്ടുള്ളൂ. അപ്പോൾ പ്രവൃത്തിയുടെ ലക്ഷ്യം നിവൃത്തിയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ വാസനയുടെ ശക്തി കൊണ്ടാണ് ചില ആൾക്കാർക്ക് ഈ പ്രവൃത്തി മാർഗത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത്. അവരാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അല്ലേ? ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനഘ സാഖ്യയോഗേന കർമ്മയോഗേന യോഗിനാം സാഖ്യയോഗേന യോഗ. യോഗികൾക്ക് സാഖ്യവും കർമ്മികൾക്ക് കർമ്മയോഗം. 2 തരത്തിൽ 2 നിഷ്ഠ ഭഗവാൻ സൃഷ്ടിത്തിൽ ആദിയിൽ തന്നെ ചെയ്തിട്ടെന്ന് പറഞ്ഞു. കർമ്മയോഗത്തിലൂടെ വാസനകളെ ക്ഷയിപ്പിച്ച് മനസ്സിനെ ശുദ്ധമാക്കി ക്രമത്തിൽ ധ്യാനത്തിലൂടെ പരമാത്മ സാക്ഷാത്കാരം നേടുന്നു ഒരു കൂട്ടർ. വേറൊരു കൂട്ടരോ അവർക്ക് ഈ കർമ്മയോഗത്തിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി അവരുടെ മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞിരിക്കണം, പരിശുദ്ധമായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? ഈ ജന്മത്തിൽ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ അവർ പൂർവ്വജന്മങ്ങളിൽ എത്രയോ കാലം കർമ്മയോഗവും ഈശ്വരോപാസനയൊക്കെ ചെയ്ത് മനസ്സിനെ വേണ്ടത്ര പക്വമാക്കിയിട്ടുണ്ട്. ഓൾ ഓഫ് എ സഡൻ സംഭവിക്കരുത്. അല്ലേ? ഇത് ഒരു സൂചിപ്പിച്ചല്ലോ, ഓരോ ജന്മങ്ങളും ചെയ്ത സാധനയുടെ പരിണത ഫലമാണെന്ന്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കോ സാഖ്യയോഗേന യോഗിനാം, ആ യോഗികൾ ധ്യാനയോഗികളാണ്. ഡയറക്റ്റ് മെഡിറ്റേഷൻ, ധ്യാനത്തിലൂടെ സാക്ഷാത്കാരം. അങ്ങനെ 2 സമ്പ്രദായമാണ് ലോകത്തിലുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞു നോക്കൂ, അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗമതോക്ഷജേ. ഈ ലോകത്തിലെ അധികം ആൾക്കാർക്കും എല്ലാ കർമ്മങ്ങളിൽ നിന്നും ലൗകിക വ്യാപാരങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോന്ന് ഏകാന്തത്തിൽ പോയിരുന്ന് ധ്യാനം അനുഷ്ഠിക്കൽ പ്രായോഗികമല്ല. അതിന് പറ്റുന്ന ആൾക്കാർ വളരെ വളരെ കുറവേ എന്നും ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അതിനെല്ലാവരെയും യോഗ്യരാക്കാനാണ് കർമ്മവും ഭക്തിയും. മനസ്സിലായോ? ഭക്തിയോടുകൂടി കർമ്മം ചേരുമ്പോൾ കർമ്മം എന്തായി? കർമ്മയോഗമായി. ഭക്തിയിൽ ഈ കർമ്മം മാത്രമേ ഉള്ളൂ, യോഗമില്ല. ശരിയല്ലേ? കർമ്മങ്ങൾ ഭഗവത് ആരാധനമായി ഭഗവത് അർപ്പണമായി ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെ ചെയ്ത കർമ്മം ഒരിക്കലും നമ്മളെ ബന്ധനത്തിന് കാരണമാക്കില്ല, വാസനകൾ ക്ഷേപിച്ച് മനസ്സിനെ ശുദ്ധമാക്കി തീർക്കുന്നർത്ഥം. ബ്രഹ്മണ്യാധായ കർമാണി സംഘം ത്യക്ത്വാ കരോത്യഹം ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസ. ഇതാണ് വൈദിക ധർമ്മത്തിൻ്റെ സാരം കൃഷ്ണഭഗവാൻ പറഞ്ഞു തരുന്നത്. ബ്രഹ്മണ്യാധായ കർമാണി, ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യൂ. സംഘം തെക്വ, അതിൽ ആസക്തി വയ്ക്കാതെ. അങ്ങനെയാണെങ്കിൽ ആ കർമ്മം കൊണ്ട് അവൻ ലിപ്യസേ, അവനെ ആ കർമ്മം ബന്ധിക്കില്ല. പത്മപത്രം പോലെ, താമര പോലെ, ഇല പോലെ എന്ന്. ഈ മാർഗമാണ് അധിക ജനങ്ങൾക്ക്, ഭൂരിപക്ഷത്തിനും പറ്റണത്. ഭൂരിപക്ഷത്തിന് പറ്റണതാണ്. ഭൂരിപക്ഷമാണല്ലോ ഇവിടെ ഭരിക്കുക, എല്ലാപ്പോഴും ജയിക്കുന്നതും. അപ്പോൾ ഭൂരിപക്ഷത്തിന് പറ്റിയ മാർഗം ഏതാ? ഭക്തിയോട് കൂടി ചേർന്ന കർമ്മം. മനസ്സിലായില്ലേ? ഇതിന് രണ്ടിനെയും മാറ്റി നിർത്തിയിട്ട് നമുക്ക് മുന്നേറാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈശ്വരനെ ഉപാസിക്കണം, നാമം ജപിക്കണം, ഭഗവത് കഥകൾ കേൾക്കണം, നമ്മുടെ കടമകളും കർത്തവ്യങ്ങളൊക്കെ ആത്മാർത്ഥമായി ഭഗവത് അർപ്പണമായി ചെയ്യണം. അപ്പോൾ ക്രമത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ഭഗവത് സ്വരൂപ സാക്ഷാത്കാരം സാധിക്കും. അഥവാ നമ്മുടെ ആത്മാവ് തന്നെയാണ് ഭഗവാൻ, സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഇതാണ് ഇതുവരെ പറഞ്ഞത്. അപ്പം ഇത്രയും കേൾക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവും അല്ലേ? അങ്ങെന്താ പറഞ്ഞത്? നിവൃത്തി നിരതൻ, ജന്മനാ തന്നെ ആത്മജ്ഞാനിയും ലൗകിക കർമ്മങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത നിവൃത്തിയിൽ മാർഗം നിരതനായിട്ടുള്ളവനും മുഴുകിയിട്ടുള്ളവനുമായ ശുകദേവനെയാണ് ഈ ഭാഗവതം പഠിപ്പിച്ചതെന്ന്. അവിടെ ഒരു സൂചന എന്താണെന്നോ? ഈ ഭാഗവത ശ്രവണത്തിനുള്ള ഉത്തമ അധികാരി ആരാ? ഭാഗവതം ഉപദേശിക്കാനുള്ള ഉത്തമാധികാരി ഈ ശുകനെ പോലെയുള്ളവർ തന്നെയാണ്. ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആൾക്കാർക്കാണ് ശരിക്കും ഭാഗവതം വേണ്ടത്. അങ്ങനെയുള്ളവർ കേട്ടാൽ വേഗം 7-ാം ദിവസം മുക്തിയാ. ശ്രവണം കൊണ്ട് തന്നെ മുക്തി കിട്ടും. പരീക്ഷത്തിന് എന്ന പോലെ. മനസ്സിലായോ? ഈ ശുകനെ മാതിരി നിവൃത്തിയിലല്ല നമ്മുടെ മനസ്സ് നിൽക്കുന്നത്, ഇനിയും പ്രവൃത്തിയിലാണ് എന്ന് കാണാം. ശരിയല്ലേ? അതെ. ശുകനെ പോലെ നിവർത്തി നിരതനായ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഭാഗവതം ശ്രവണ മാത്രയിൽ കാണും. അവന് ശ്രവണ മാത്രയിൽ മുക്തി കിട്ടുന്നവനാണ് ഉത്തമാധികാരി എന്ന് പറഞ്ഞത്. പരീക്ഷിത്തും അങ്ങനെയുള്ള ശ്രോതാവായിരുന്നു. അപ്പോൾ വക്താവും ശ്രോതാവും അങ്ങനെയുള്ളവരാ അല്ലേ? ശുകാചാര്യൻ
അതുമാതിരി പരീക്ഷിത്ത്. അപ്പോഴോ വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. 7 ദിവസം കൊണ്ട് അദ്ദേഹം ജീവൻ മുക്തനായി ഭഗവത്പദം പ്രാപിച്ചു അല്ലേ. ഇത് പക്ഷേ ഈ സമൂഹത്തിൽ ഉത്തമാധികാരി അത് വളരെ കുറച്ച്, മധ്യമാധികാരി അതും കുറച്ച്, അധമാധികാരി, ഇനി മന്ദാധികാരി ഉണ്ട്. നമ്മൾ പല ആൾക്കാരും മന്ദാധികാരികളാണ്. ഇതൊക്കെ പഠിച്ച് എന്തിനാ പറയണ വെച്ചാൽ നമുക്കൊരു ആത്മപരിശോധനയ്ക്കാണ്. നമ്മൾ മന്ദനോ ചിലപ്പോൾ അതിമന്ദനോ എന്നൊക്കെ തോന്നിപ്പോവും. കാരണം നമുക്ക് കഥ കേൾക്കാനും നാമം ജപിക്കാനും ഈശ്വര കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് അത്ര കമ്മിയാണ് ജീവിതത്തിൽ. ബാക്കിയുള്ളതിനാ ഉത്സാഹം, തള്ളിച്ച അല്ലേ, തള്ളലൈന, ഇതിനാ തള്ളലില്ല. അത് നോക്കുമ്പോൾ അറിയാം. എന്നാലോചിച്ച് നോക്കൂ, ശാസ്ത്രം ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അർത്ഥം. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഉയരാൻ സാധിക്കുള്ളൂല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ആജന്മജ്ഞാനിയും ജന്മനാ തന്നെ ജ്ഞാനിയും ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നവനും നിവൃത്തിനിരതനുമായ ഒരാൾക്ക് ഈ ഭാഗവത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ദേവ ഓൾറെഡി എന്താ പറയാ പാസ് ഔട്ടായി കഴിഞ്ഞു അല്ലേ. ദേ ഹാവ് റീച്ച്. ഇനിയിപ്പോൾ അവർക്ക് എന്താ ഇതിൻ്റെ ആവശ്യം? അങ്ങനെയുള്ള അദ്ദേഹം എങ്ങനെ ഇത് പഠിച്ചു? ഇത് വലിയൊരു ജിജ്ഞാസയാണ്. അപ്പോഴാണ് ശൗനകൻ ചോദിച്ചത്, സവൈ നിവൃത്തി നിരതഃ സർവത്ര ഉപേക്ഷകോ മുനി കസ്യവാ ബൃഹതീം ഏതാം ആത്മാരാമഃ സമഭ്യസത്. ആത്മാരാമഃ ഒന്നാമത് ആത്മാനന്ദം കൊണ്ട് കൃതാർത്ഥൻ തൃപ്തനായവൻ. രണ്ടാമത് ഈ നിവൃത്തി നിരതൻ, ഒന്നിലും താല്പര്യമില്ലാത്ത ആള്. മൂന്നാമതോ സർവത്ര ഉപേക്ഷക, ഒന്നിൻ്റെയും ആവശ്യമില്ലാത്ത ആള്, എല്ലാത്തിനെയും ഉപേക്ഷിച്ച ആള്. അറിയേണ്ടത് അറിഞ്ഞ് കിട്ടേണ്ടത് കിട്ടി കൃതകൃത്യനായിട്ട ആള്. മുനി, എപ്പോഴും ആ ഭഗവത് തത്വത്തെ ആത്മതത്വത്തെ മനനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആള്. അങ്ങനെയുള്ള ഒരാള് ഒരു ശ്ലോകമോ 2 ശ്ലോകമൊക്കെ വെച്ച പോട്ടെ, ബൃഹതീം, ഇത്ര ബൃഹത്തായത്. എന്താ ബൃഹത്തായെന്ന് പറഞ്ഞാൽ 18,000 ശ്ലോകങ്ങളുള്ളതേ. ഇങ്ങനെയുള്ള ആ സംഹിതയെ കഥം സമഭ്യസത്, എങ്ങനെ അഭ്യസിച്ചു, എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം ഇത് പഠിച്ചത്? അപ്പൊ സന്തോഷത്തോടെ സൂതൻ പറഞ്ഞു, അതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള സവിശേഷത എന്നർത്ഥം. എന്താ അത്? ഇങ്ങനെ ആത്മാരാമന്മാരായ ജീവൻ മുക്ത ബ്രഹ്മനിഷ്ഠന്മാരായ സ്ഥിതപ്രജ്ഞന്മാരുടെ മനസ്സിനെ പോലും ആകർഷിക്കത്തക്കതും അവർക്ക് പോലും ഹൃദ്യമായതും മുക്താവസ്ഥയിൽ പോലും ത്യാജ്യമല്ലാത്തതുമാണ് ഭാഗവതം. ഇതാണ് ഭാഗവതത്തിന്റെ കേമത്വം. മറ്റു ഗ്രന്ഥങ്ങളൊക്കെ മുക്തി പര്യന്തം എന്തിനാ പഠിക്കണേ? മോക്ഷത്തിന് വേണ്ടി. മോക്ഷം കിട്ടിയ പിന്നെ പുസ്തകത്തിൽ മാറ്റിക്കും, പുസ്തകത്തിന്റെ ആവശ്യമില്ല. ശരിയല്ലേ? പക്ഷെ ഭാഗവതത്തിന്റെ മഹിമ എന്താ? മുക്തനാണ്, ജന്മനാ ആത്മാജ്ഞാനി മുക്തനായ ആളാണ്. എപ്പോഴും ഭാഗവതത്തിൽ തന്നെ മുഴുകിക്കൊണ്ട് ഭാഗവതത്തെ ആസ്വദിച്ചുകൊണ്ട് ഭാഗവത ശ്ലോകങ്ങൾ ഇങ്ങനെ പാടി നടക്കുന്നത്, പ്രചരിപ്പിച്ചു നടക്കുന്നത്, അത് ഭാഗവതത്തിന്റെ ഒരു കേമത്വല്ലേ അല്ലേ? ആത്മാരാമാശ്ച മുനയഃ നിർഗ്രന്ഥ അഭി ഉരുക്രമേ കുർവന്തി അഹൈതുകീം ഭക്തിം ഇത്തം ഭൂതഗുണോ ഹരിഹി. ഉത്തരം ഒറ്റവാക്കി പറഞ്ഞ, ഇത്തം ഭൂതഗണഃ ഹരിഹി. ഹരി ഭഗവാൻ ഇപ്രകാരമുള്ള ദിവ്യഗുണങ്ങളോട് കൂടിയവനാണ്. ഇപ്രകാരമുള്ള അതിശയിക്കത്തക്ക മാഹാത്മ്യത്തോടും ഗുണത്തോടും കൂടിയ. എന്താ അത്? ഇപ്രകാരമുള്ള അതിശയിക്കത്തക്ക ദിവ്യഗുണങ്ങളുള്ളവെന്ന് പറഞ്ഞാൽ കാരണം അഹങ്കാരം നശിച്ച, അജ്ഞാനം നശിച്ച, കർമ്മവാസനകൾ നശിച്ച ആത്മജ്ഞാനികളായ ആളുകളുടെ മനസ്സിനെ പോലും ബലാത് ആകർഷിക്കാനും അഥവാ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുണ്ടെന്ന്. നല്ലൊരു വേർഡ് അല്ലേ? അവരെ മനസ്സിനെ പോലും തന്നിലേക്ക് ആകർഷിക്കാനുള്ള സാമർഥ്യം ഭഗവാന്റെ ഗുണങ്ങൾക്കുണ്ട്, ഭഗവാന്റെ മാഹാത്മ്യങ്ങൾക്കുണ്ടെന്നർത്ഥം. ആത്മാരാമന്മാരും മുനികളും നിർഗ്രന്ഥ, ഗ്രന്ഥം ഗ്രന്ഥി പൊട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടൂലേ, ദൃഷ്ടേവാത്മനീശ്വരെ, ഈശ്വരനെ ആശ്രയത്തിൽ സന്ദർശിച്ചാലോ ക്ഷീയന്തേ ജാസ്യകർമാണി ഛിദ്യന്തേ സർവസംശയ ഭിദ്യന്തേ ഹൃദയഗ്രന്ഥി. ഛിദ്യന്തേ ഹൃദയഗ്രന്ഥി എന്നൊക്കെ പറഞ്ഞില്ലേ? അജ്ഞാനം, അതിൻ്റെ ഫലമായിട്ടുണ്ടായ കാമനകൾ, ആഗ്രഹങ്ങൾ, അതിൻ്റെ പ്രേതമായിട്ടുള്ള കർമ്മങ്ങൾ, ഇതൊക്കെ നശിച്ചു എന്നർത്ഥം. ദേഹാഭിമാനം നഷ്ടപ്പെട്ടു എന്നർത്ഥം. അഹങ്കാരം പൂർണ്ണമായും നശിച്ചു. ഇതൊക്കെയാണ് ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ളതായ ആളുകൾ പോലും ഉരുക്രമേ അഹൈതുകീം ഭക്തിം കുർവന്തി. ത്രിവിക്രമനായിട്ടുള്ളതായ മഹാപ്രഭുവിന്റെ ആ ദിവ്യലീലകളിൽ അത്യധികം കാമനാലേശമില്ലാത്ത ഭക്തി ചെയ്യുന്നു. അകാരണമായ ഭക്തി.
അഹൈതുകീ ഭക്തി എന്നാണ് പറഞ്ഞത്. ഹരി ഇത്തം ഭൂതഗണ ഭവതി. സർവസംസാരനാശകനായ ഭഗവാൻ ഇപ്രകാരം ആത്മജ്ഞാനികളുടെ മനസ്സിനെ പോലും ആകർഷിക്കത്തക്ക ദിവ്യഗുണങ്ങളോടുകൂടിയതാണ്. മുക്തന്മാർക്ക് ഭക്തി കൊണ്ട് എന്താ പ്രയോജനം, കാര്യം എന്ന് സംശയം ഉണ്ടാവും. ആ ശങ്കയെ ദൂരീകരിക്കാനാണ് ഇത്തം ഭൂതഗണ, ഇപ്രകാരമുള്ള ദിവ്യഗുണങ്ങളോടുകൂടിയവനാണ് ഭഗവാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള മുക്തന്മാരുടെ മനസ്സിനെ പോലും ആകർഷിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പിന്നെ സക്തന്മാരുടെ മനസ്സിനെ ആകർഷിക്കില്ലേ? പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ വിഷയികൾക്കും വിഷയാസക്തന്മാർക്കും വിഷയവിരക്തന്മാർക്കും മുക്തന്മാർക്കും ഒരുപോലെ ഭാഗവതത്തിൽ സ്ഥാനമുണ്ട്. അവരെയൊക്കെ അനുഗ്രഹിക്കുന്നതാണ്, അവരെയൊക്കെ ആകർഷിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. എന്തായാലും തെളിവ് ഒന്ന് ശുഗമഹർഷി, രണ്ട് നാരദ മഹർഷി. നാരദ മഹർഷി ഇത് പാടിയിട്ടാണല്ലോ നടക്കുന്നത്. പ്രത്യക്ഷമായ ഒരു കാര്യത്തിൽ പിന്നെ നമുക്ക് യുക്തിയുടെ ആവശ്യമുണ്ടോ? നമുക്ക് അനുഭവമുള്ള കാര്യത്തിൽ ഇനി ലോജിക്ക് വേണം. അനുഭവമില്ലാത്ത ഒന്നിനാണ് സ്ഥാപിക്കാൻ ലോജിക്കൊക്കെ കൊണ്ടുവരുന്നത് അല്ലേ, യുക്തിയൊക്കെ കൊണ്ടുവരുന്നത് അല്ലേ? അതെ, അതാ. അതുകൊണ്ട് ഹരേർ ഗുണാക്ഷിപ്തമതി ഭഗവാൻ ബാദരായണി അധ്യഗാത്മഹതാഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയ. വേറൊരു കാര്യം കൂടി പറയണം. ഭഗവാനിൽ ഭക്തി ഉണ്ടായിക്കോട്ടത്തേന്, പക്ഷേ ഈ ഭാഗവതം എന്തിനു പഠിച്ചു, സംഹിത പഠിച്ചതിനാ പറഞ്ഞു നിത്യം വിഷ്ണു ജനപ്രിയ. അദ്ദേഹം വിഷ്ണു ഭക്തന്മാരിൽ അത്യധികം പ്രിയമുള്ള ആളാണ് അർത്ഥം. അത് ഭാഗവതം വഴി എന്നും ഭക്തന്മാരുമായ സംസർഗം ഉണ്ടാവുമല്ലോ എന്നും സുഗമാചാര്യം വിചാരിച്ചിട്ടുണ്ടാവും. ഹരേർ ഗുണ അങ്ങനെയല്ലേ, നമുക്ക് താല്പര്യമുള്ള വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് ഭാഗവതം താല്പര്യമുണ്ട്, നമ്മൾ ഇത്ര ആൾക്കാരിവിടെ വന്നു, നമ്മൾ തമ്മിലൊരു സംബന്ധം ഉണ്ടാവണം അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഏത് വിഷയത്തിൽ താല്പര്യമുണ്ടോ ആ മണ്ഡലത്തിൽ നമ്മൾ പോകും, അവിടെ കുറേ ആൾക്കാർ കൂടും, അതിന് വാസനയുള്ള ആൾക്കാർ, അവർ തമ്മിൽ നമ്മൾ സംബന്ധം ഉണ്ടാക്കും അല്ലേ? അപ്പോൾ ഭക്തന്മാർക്ക് ആരുമായിട്ട് സംബന്ധം ഉണ്ടാവാൻ ആഗ്രഹം? ഭക്തന്മാരുമായിട്ട്. ശരിയല്ലേ? ആ ഭക്ത സംസർഗത്തിന് എന്താ വഴി? ഭഗവാന്റെ ഗുണഗണങ്ങളും മഹിമകളും പറയാ, കേൾക്കുക, അതല്ലേ? അതെ, വിഷ്ണു ജനപ്രിയ നിത്യം. ശുകാചാര്യന്റെ മഹത്വം പറയാണ്. അദ്ദേഹം വിഷ്ണു ഭക്തന്മാരിൽ അഗ്രഗണ്യനാണ്. അദ്ദേഹം വിഷ്ണു ഭക്തന്മാരിൽ അത്യധികം പ്രിയമുള്ള ആളാണ്. അതുകൊണ്ടാണ് ഭാഗവത പ്രചരണം വഴി ഭക്തന്മാരുമായ സംഘത്തിന് അവസരം ലഭിക്കും എന്നും കൂടി കരുതിയിട്ടായിരിക്കും ഈ ഭാഗവതം അധ്യയനം ചെയ്തത്. പിന്നെയോ ഹരേർ ഗുണാക്ഷിപ്തമതിഹി, നേരത്തെ സൂചിപ്പിച്ചുല്ലോ, ഭാഗവതന്മാരിൽ അതിപ്രിയമുള്ള സർവജ്ഞനായ മഹർഷി ഭഗവാന്റെ ദിവ്യഗുണങ്ങളാൽ ആകൃഷ്ടചിത്തനായി എന്നർത്ഥം. ശുകാചാര്യൻ വാസ്തവത്തിൽ നിർഗുണ നിരാകാര ബ്രഹ്മത്തിൽ തൽപരനായിരുന്നു. സഗുണനായ ഭഗവാനിൽ താല്പര്യനായിരുന്നില്ല എന്നർത്ഥം. അദ്ദേഹം പോയി സമാധിയിൽ അച്ഛൻ വിളിച്ചിട്ട് പോലും ഉണ്ടാക്കാതെ നേരെ പോയെന്ന് സമാധിക്കുക ചെയ്തല്ലേ, കാട്ടിപ്പോയിട്ട് ഇങ്ങനെ ബ്രഹ്മവിചാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു, അതിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിനെ ഭാഗവതം പഠിപ്പിച്ച് എങ്ങനെയായി അച്ഛൻ പിതാവ് ഒന്നുമില്ലല്ലോ. അദ്ദേഹം ഒരു സൂത്രം കണ്ടുപിടിച്ചു എന്നർത്ഥം. ഭഗവാന്റെ ദിവ്യമഹിമയെ സൂചിപ്പിക്കുന്ന 2 ശ്ലോകങ്ങൾ 2 ശിഷ്യന്മാരെ പഠിപ്പിച്ചു. എന്നിട്ട് അവിടെ പോയിട്ട് ശുകാചാര്യൻ ധ്യാനിക്കുന്ന അവിടെ പോയി പാടാൻ പറഞ്ഞു. ഭാഗവതത്തിൽ വളരെ വിശേഷപ്പെട്ട 2 ശ്ലോകങ്ങളത്. ഒന്നാമത്തെ ശ്ലോകം വേണുഗാനത്തിന് ഭഗവാൻ പുറപ്പെടുന്ന സമയത്ത് ആ ഭഗവാനെ പരമഭാഗവതകളായ ഗോപിമാർ വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണ്. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രത്വാസ കനകകപിശം വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീതകീർത്തി. ആ സുന്ദരനായ ഉണ്ണികൃഷ്ണനെ, ആ വേണുഗോപാലമൂർത്തിയെ വർണ്ണിക്കുന്ന ശ്ലോകമാണ്. അതും പ്രേമവതികളായ ഭക്തര് ആ രൂപം അവരെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു. ബർഹാപീഠം, ബർഹാഞ്ച മയിൽപ്പീലി, മയിൽപ്പീലികളെ കൊണ്ടുണ്ടാക്കിയ ആ പീഠം ച കിരീടം. മയിൽപ്പീലികൾ നിറച്ച് കൊത്തിവെച്ചുണ്ടാക്കിയിട്ടുള്ളതായ ഒരു കിരീടം ധരിച്ചിട്ടുണ്ട്. നടവര വപുഹു, എങ്ങനെയുള്ളതാണ് അവിടെ വപുസ്? ഒന്നാന്തരം സുന്ദരനായ ഒരു അഭിനേതാവിൻ്റെ മാതിരി നൃത്തം, നല്ലൊരു സുന്ദരനായ ആക്ടർ, ബെസ്റ്റ് ആക്ടർ, നടവരൻ.
കർണയോഹോ കർണികാരം, കാതുകളില് കർണികാരപ്പൂവ്. കർണികാരപ്പൂവ് വെച്ചാൽ എന്താ പൂവാണത്? കൊന്നപ്പൂവ്. കൊന്നപ്പൂവ്, കർണികാരം ഒരു പൂവ്, കൊന്നപ്പൂവ്. നമുക്ക് കൊന്നപ്പൂവ് എന്ന് അർത്ഥം എടുക്കാം. അങ്ങനെ ചെറിയ പറയാറുണ്ട്. ബിഭ്രത് വാസഹ, വാസം ധരിച്ചിട്ടുണ്ട്. എങ്ങനത്തെ വാസമാണ്? കനകകപിശം, തങ്കം പോലെ, ഒരിക്കൽ സ്വർണത്തിന് നിറം പോലെയുള്ള മഞ്ഞപ്പട്ട് കൊടുത്തിട്ടുണ്ട്. വൈജയന്തീഞ്ച മാലാം, 5 പുഷ്പങ്ങളെ കൊണ്ടാക്കിയ പ്രത്യേക പുഷ്പമാലയാണ് വൈജയന്തി മാല. ആ പുഷ്പമാല. രന്ധ്രാൻ വേണോഹോ അതരസുധയ, വേണോഹോ രന്ധ്രാൻ, ആ വേണുവിൻ്റെ ഓടക്കുഴലിൻ്റെ ദ്വാരങ്ങളെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അധരസുതയാ പൂരയൻ, നിറയ്ക്കുന്നു തൻ്റെ അധരാമൃതം കൊണ്ട്. അങ്ങനെയുള്ള ആ വേണുഗോപാലമൂർത്തി ഗോപവൃന്ദൈഹി പ്രാവിശത്, ഗോപന്മാരോടുകൂടി, ഗോപക്കുട്ടന്മാരോടുകൂടി, ഗോപാലവൃന്ദത്താൽ ഇതാ വൃന്ദാരണ്യം പ്രാവിശത്, വൃന്ദാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. എങ്ങനെ? ഗീതകീർത്തി, ആ കൃഷ്ണന്റെ ഗുണഗണങ്ങളും മഹിമകളും ആ കൂടെയുള്ള ഗോപാലന്മാരൊക്കെ ഇങ്ങനെ പാടി കൃഷ്ണനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. ആ ഭഗവാൻ ആ വൃന്ദാവനത്തിൽ പ്രവേശിക്കുമ്പോൾ എങ്ങനെയുണ്ട്? സ്വപദ രമണം, സ്വന്തം പാദം വയ്ക്കുമ്പോൾ കോരിത്തരിക്കുന്നു അത്രേ പ്രിയ ദേവിയായ ഭൂമിദേവിക്ക്. ഭഗവാന്റെ പദം കൊണ്ട് ദേവിയെ, ഭൂമിദേവിയെ രമിപ്പിച്ചുകൊണ്ട്, ആനന്ദിപ്പിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണനെ വർണ്ണിക്കുക. ഈ ശ്ലോകം കേട്ടു. അതിസുന്ദരമായ കൃഷ്ണന്റെ രൂപം കേട്ട സമയത്ത് നിർഗുണ നിരാകാര ബ്രഹ്മത്തിൽ അത്യധികം ആസക്തനായ ആ സുഖബ്രഹ്മർഷിയുടെ ധ്യാനം, സമാധി മുറിയപ്പെട്ടു, നഷ്ടപ്പെട്ടു, ഷെയ്ക്കായി നട്ടു, മനസ്സ് ചലിച്ചു. അപ്പൊ എത്ര ആകർഷകമായ, എത്ര സുന്ദരമായ ഈ ഒരു വർണ്ണന! ഞാൻ നിർവികൽപ്പ സമാധിയിൽ അനുഭവിക്കുന്ന ആനന്ദം, ആ ആനന്ദം ഇത് കേൾക്കുമ്പോൾ, ഇങ്ങനെയുള്ള ആ കൃഷ്ണന്റെ വർണ്ണനം കേൾക്കുന്ന സമയത്ത്, സഗുണസാകാരനായ ഭഗവാന്റെ ദിവ്യലീലകൾ പാടുകയും കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതേ ആനന്ദമാണ്. കണ്ണടച്ച ഏകാന്തത്തിൽ എല്ലാ വൃത്തികളെയും ആ സാക്ഷി വൃത്തിയിൽ ലയിപ്പിച്ചിരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന ആനന്ദം തന്നെയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ നിരാകാര ധ്യാനം മുറിഞ്ഞു. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു, ആരാണ്. അപ്പോൾ ഒരു ശ്ലോകം കൂടി പാടി അവിടുത്തെ ആ ആന്തരികമായ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന രംഗം. അഹോ സ്വകീയം സ്തനകാളകൂടം ജിഘാംസയാപായദാപ്യസാധ്വി ലേഭേ ഗതിം ധാതൃതിജാം തതോന്യം കംവാദയാലും ശരണം വ്രജേമാം. പൂതനയ്ക്ക് മോക്ഷം കൊടുത്ത രംഗമാണ് വർണ്ണിച്ചത്. എന്ത്? അഹോ, ആശ്ചര്യം! സ്വകീയം സ്തനകാളകൂടം, ദുഷ്ടയായ പൂതന, ദുഷ്ടസ്ത്രീയാണ്, ദുഷ്ടബുദ്ധിയോടി വന്നവളാ, കൊല്ലാൻ ഉദ്ദേശത്തോടുകൂടി. എന്നിട്ടോ കൊല്ലാൻ വേണ്ടിയിട്ട് മുലപ്പാൽ കൊടുക്കുക എന്നുള്ള മട്ടില് കൊച്ചുകുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ട് കാളകൂട വിഷം കുടിപ്പിച്ചു. അല്ലേ? കാളകൂടം ജിഗാംസയാ പായത്. എന്നിട്ടും ഭഗവാൻ അവൾക്ക് എന്താ കൊടുത്തത്? ലേഭേ ഗതിം, അവൾക്ക് കൊടുത്ത ഗതി ഏതാ? ധാതൃതിജാം, ധാത്രി ഉചിതാം, ധാത്രി അമ്മ, സ്വന്തം അമ്മയ്ക്ക് കൊടുക്കണ പോലെയുള്ള സദ്ഗതി, മോക്ഷം പ്രാപ്തി കൊടുത്തു. അല്ലേ? പൂതന ലോകപാലഗ്നി രാക്ഷസി രുധിരാശന ജിഗാംസയാവി ഹരയെ സ്തനം ദത്വ ആവ സദ്ഗതിം എന്നാ ശുകാചാര്യൻ ഭാഗവതത്തിൽ പറഞ്ഞിരുന്നത്. രാക്ഷസിയാണ്, രക്തം കുടിച്ച് കുട്ടികളെ കൊല്ലുന്നവളാ, മഹാപാപിയാണ്. അവൾ പോലും കൊടുത്തത് കാളുകൂടാണെങ്കിലും പ്രഭു കൊടുത്തത് സൽഗതി, മുക്തി കൊടുത്തു. അല്ലേ? കംവാദയാലും ശരണം വ്രജേമാം. ഇങ്ങനെയുള്ള ഭഗവാനെ വിട്ട്, തന്നെ കൊല്ലാൻ കാളകൂടം തരുന്നവർക്ക് പോലും മോക്ഷം കൊടുക്കുന്ന ഭഗവാനെ വിട്ട് മനുഷ്യർ വേറെ ആരെയാണ് ഭജിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത്, ശരണം പ്രാപിക്കേണ്ടതെന്ന്? പൂതനയ്ക്ക് മാത്രമല്ല, പൂതനയുടെ എൻ്റയർ ഫാമിലിക്ക് മോക്ഷം കൊടുത്തു. പൂതനയുടെ സഹോദരങ്ങളായിരുന്നു അഗനും ബഗനും ഒക്കെ, അല്ലേ? അഘാസുരൻ ബകാസുരനൊക്കെ, അവർക്കും ഭഗവാൻ ഇതേ സൽഗതി കൊടുത്തില്ലേ? നോക്കണം. ഇതും കൂടി കേട്ടതോടുകൂടി ശുഖബ്രഹ്മർഷിയുടെ ധ്യാനമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം ഈ പാടിയ ശിഷ്യന്മാരുടെ പിന്നാലെ ഓടിക്കൂടിയെന്നാണ്. എവിടുന്നാ ഈ ശ്ലോകം? അപ്പൊ അവര് പറഞ്ഞു, ഇറ്റ് ഈസ് ഓൺലി എ ഡ്രോപ്പ്. ഇത്രയും കേമാണെങ്കിൽ ദ സോഴ്സ് എത്രയായിരിക്കും, അല്ലേ? ഭാഗവതം 18,000 ശ്ലോകങ്ങളിൽ 2 ശ്ലോകമാണ് ഒരു സാമ്പിൾ, അല്ലേ? പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് പോലെ.
അപ്പൊ ഇതുപോലും ആത്മാരാമനായി നിർവികൽപ്പ സമാധിയിൽ മനസ്സ് ലയിച്ചിരിക്കുന്ന ആ ശുകബ്രഹ്മർഷിയുടെ മനസ്സിനെ ഹഠാത് ആകർഷിച്ച് പിടിച്ചു വലിച്ച് ഇത്രയും ആ ആനന്ദത്താൽ ആറാടിച്ചുവെങ്കിൽ ഓ ആ ഭാഗവതത്തിന്റെ മഹിമ എന്തായിരിക്കും? ഉടനെ പറഞ്ഞു അവര്, ദാ ഇതല്ല, ഇനി ഇതുപോലെ അനേകം ശ്ലോകങ്ങളുണ്ട് ആ ഭഗവാനെ കുറിച്ച് അങ്ങയുടെ പിതാവ് എഴുതിയുണ്ട് എന്ന് കേട്ടപ്പോഴാണ് നേരെ അവിടുന്ന് സമാധിയൊക്കെ വേണ്ടാന്ന് വെച്ചു അത്രയും. എന്നിട്ടോ അച്ഛൻ്റെ അടുത്ത് വന്ന് ഒറ്റ ഇരിപ്പില് ആ ഭാഗവതം മുഴുവനും പഠിച്ചു നോക്കണം. എന്നിട്ട് പരീക്ഷത്തിനോട് സ്വയം ഈ ഭാഗവത്തിന്റെ മഹിമയെ ശുകാചാര്യം പറയുന്നുണ്ട്, തന്നെ അനുഭവിച്ചതിന്. അതാണ് അനുഭവിച്ചതിന് പിന്നെ യുക്തി ആവശ്യമില്ല. നമുക്ക് അനുഭവം ഇല്ലാത്തതിനാണ് ലോജിക്കൊക്കെ വേണ്ടത് അല്ലേ? പ്രത്യക്ഷം നമ്മുടെ അനുഭവമാണ്. അനുഭവമല്ലേ ഏറ്റവും വലിയ പ്രമാണം. യുക്തിയൊക്കെ രണ്ടാമതേ ഉള്ളൂ. യുക്തിയൊക്കെ പറഞ്ഞു അനുഭവമില്ലെങ്കിൽ കാര്യമില്ലല്ലോ. ശുകാചാര്യൻ എന്നിട്ട് പറയണു പരീക്ഷത്തിനോട്, ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അതീതവാൻ ദ്വാപരാദൗ പിതുർദ്വൈപായനാഥം. സ്വയം പറയണതാണ്. അച്ഛനായ ദൈവായനെന്ന് ഞാൻ സ്വയം ദ്വാപരത്തിന്റെ അതിൽ അതീതവാൻ പഠിച്ചു. പുരാണം, ഈ ഭാഗവത പുരാണം ബ്രഹ്മസംഹിതം, വേദസമായിട്ട് തുല്യമായിട്ടുള്ളത്. എങ്ങനെ അങ്ങ് പഠിച്ചു എന്നാണ് ഈ പറയണു. സ്വയം ശുകാചാര്യൻ സ്വന്തം അനുഭവത്തെ പറയണു. പരിനിഷ്ഠിതോപി നൈർഗുണ്യേ, നിർഗുണ ബ്രഹ്മത്തിൽ ഉറച്ചിരിക്കുകയായിരുന്നു എൻ്റെ മനസ്സ്. ബ്രഹ്മനിഷ്ഠനായിരുന്നു എന്നർത്ഥം, സ്ഥിതപ്രജ്ഞനായിരുന്നു എന്നർത്ഥം. എന്നിട്ടും ഉത്തമ ശ്ലോക ലീലയാ ഗൃഹീത ചേതഹാരാജർഷേ ആഖ്യാനം യദധീതവാൻ. ഇത് സ്വയം ശിശുകമ്പരിഷി പരീക്ഷനോട് പറയണതാ. 2ാമത്തെ സ്കന്ധത്തിൽ ഉപദേശം തുടങ്ങുമ്പോൾ ഇത് ബ്രഹ്മത്തിൽ ഉറച്ചിരിക്കുകയായിരുന്നു എൻ്റെ മനസ്സ്. എന്നിട്ട് പോലും ആ എൻ്റെ മനസ്സിനെ ഗൃഹീത ചെയ്ത ഭഗവാന്റെ ആ ലീല, ഭഗവാന്റെ മാഹാത്മ്യം, ഉത്തമശ്ലോകന്റെ മഹിമ പിടിച്ചു വലിച്ചു ആകർഷിച്ചു. അങ്ങനെ ഞാനിത് പഠിക്കാൻ കാരണം എന്നർത്ഥം. തദഹം തേ അഭിദാസ്യാമി മഹാപൗരുഷികോ ഭവാൻ. ആ ഭാഗവതം ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. നിർഗുണനിഷ്ഠനായ എൻ്റെ മനസ്സിനെപ്പോലും ഹഠാത് ആകർഷിച്ച് അതിനാലുള്ള ആകർഷണം കൊണ്ടുപോയി അച്ഛൻ്റെ അടുത്ത് പഠിച്ച ആ ഭാഗവതം ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. ഇത്രയും കേമായിട്ട ഭാഗവത്തെ പരീക്ഷത്തിനോട് ഉപദേശിക്കാമെന്ന് ശുകാചാര്യം പറയണത്. യസ്യ ശ്രദ്ധ ദദാമാശു സ്യാൻ മുകുന്ദേ മതി സതീ. ആ ഭാഗവതം കേൾക്കണവരുടെയൊക്കെ മനസ്സ് ആ ഭഗവാന്റെ പാദങ്ങളിൽ ഉറയ്ക്കുക തന്നെ ചെയ്യുന്നു. ഇതാണ്. അപ്പം ഇങ്ങനെയുള്ളതാണ് ഈ ഭാഗവതം. ഈ ഭാഗവതം എന്നെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്ത്, ഇങ്ങനെയാണ് നിർഗുണ ബ്രഹ്മം സമാധി പരിശീലനമൊക്കെ വലിച്ചെറിഞ്ഞു വെച്ച് ഞാൻ ഈ കൃഷ്ണന്റെ അത്ഭുത ലീലകൾ പാടി അങ്ങനെ ഭാഗവതവുമായിട്ട് നടക്കണമെന്ന് ശുകാചാര്യൻ പോലും പറയണു. ഉണ്ടല്ലേ? അപ്പം എന്തുകൊണ്ട് ശുകാചാര്യൻ ഭാഗവതം പഠിച്ചു എന്ന ചോദ്യത്തിന് നേരിട്ടും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ട് ഉത്തരം കിട്ടിയില്ലേ? ഭഗവാൻ പറഞ്ഞു, ആരുടെ മനസ്സിനെ ആകർഷിക്കാത്തത് ഭഗവാന്റെ മഹിമ അങ്ങനെയുള്ളതാ. വിഷയ ആസക്തന്മാരെയും വിഷയവിരക്തന്മാരെയും ജ്ഞാനികളെയും മുക്തന്മാരെയും ഒക്കെ ആകർഷിക്കണതാ. അപ്പോൾ ആത്മാരാമന്മാരായ മുനികളുടെ അജ്ഞാനം നശിച്ചവരാണ്, അവർ മുക്തന്മാരാണ്. അവരുടെ പോലും മനസ്സിനെ ആകർഷിക്കാൻ പാകത്തിനുള്ള ദിവ്യഗുണങ്ങളോടുകൂടിയവനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ ദിവ്യഗുണം തന്നെ, മഹിമ തന്നെ അവരുടെ മനസ്സിന് വല്ല ആകർഷണം ഉണ്ടാവാൻ കാരണം അതുകൊണ്ടാണ്. പിന്നെ ഒന്നും കൂടി പറഞ്ഞു, നിത്യം വിഷ്ണു ജനപ്രിയ. രണ്ടാമത്തെ ഒരു കാരണം എന്താ? വിഷ്ണു ജനപ്രിയനാണ്. ഭഗവത് ഭക്തന്മാരിൽ അങ്ങേത്രം താല്പര്യമുള്ള ആളാണ്, ഇഷ്ടമുള്ള ആളാണ് ശുകാചാര്യനെ. അതുകൊണ്ടും ഭക്തന്മാരുടെ അല്ലേ ഭഗവാനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഭാഗവതം വഴി ഭക്തന്മാരെ കാണാനും അവരോട് ഈ ഭഗവാന്റെ മഹിമകൾ പരസ്പരം പങ്കുവയ്ക്കാനും അവസരമാകുമല്ലോ. അതിലും ആനന്ദമുണ്ടേ. ആനന്ദം ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുറപ്പെടുവോ? ഭാഗവതം പറയണതിൽ സുഖമുള്ളതുകൊണ്ടല്ലേ ഞാനിത് പറയണത്. ഭാഗവതം കേൾക്കുന്നതിൽ ആനന്ദമുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ കേൾക്കണത്. ആലോചിച്ച് നോക്കൂ. നമുക്ക് സുഖം തരാത്ത ഒന്നിൽ നമ്മളെ മുഴുകില്ലല്ലോ. അതാണ് ശുകാചാര്യനും അതാണെന്നർത്ഥം. ഇനി ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്ന പരീക്ഷത്തിന്റെ കഥയിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്തായിരുന്നു? 3 ചോദ്യമാണ് പിന്നെ ചോദിച്ചത്. എപ്പോ ഭാഗവതം എഴുതി വ്യാസൻ, എന്തിനെഴുതി, എവിടെ വെച്ച് എഴുതി? 3 ഉത്തരം പറഞ്ഞു. രണ്ടാമത് ശുകബ്രഹ്മർഷി പരബ്രഹ്മസ്വരൂപൻ ആത്മാരാമൻ എന്തിനു പഠിച്ചു, എങ്ങനെ പഠിച്ചു, അതിന് ഉത്തരം പറഞ്ഞു. മൂന്നാമത്തത് എന്താണ്? മഹാനായ ഭാഗവതോത്തമനായ പാണ്ഡവരുടെ വംശത്തിന് അഭിമാന ഭാജനമായ പരീക്ഷിത്ത് മഹാരാജാവ്. അത് ചക്രവർത്തിയാണ് അദ്ദേഹം. രാജാക്കന്മാരൊക്കെ അദ്ദേഹത്തിനെ പേടിച്ച് കപ്പം കൊണ്ടുകൊടുത്ത് കാൽക്കൽ വീണ് നമസ്കരിക്കും അദ്ദേഹത്തിനെ. അല്ലേ? ഇത്രയും പ്രഭാവശാലിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹം
സ്വയം അവനവന് വേണ്ടിയിട്ടല്ല, മഹാത്മാക്കൾ അവരവർക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. അദ്ദേഹത്തിന് ലോകവിഷയങ്ങളിൽ ആശയമില്ലെങ്കിലും ലോകമംഗളത്തിന് വേണ്ടി ഇങ്ങനെയുള്ള മഹാത്മാക്കൾ ജീവിക്കണ്ടേ? അങ്ങനെയുള്ള ആ ജീവിതം അവസാനിപ്പിച്ച് ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ, അതും 7 ദിവസം ജലപാനം കഴിക്കാതെ കൃഷ്ണചിന്തയിൽ മുഴുകിക്കൊണ്ട് ശരീരത്തെ ത്യജിക്കാൻ അദ്ദേഹം ഒരുങ്ങിയെന്ന് കേട്ടുല്ലോ. അതിൻ്റെ കാരണം എന്ത് ചോദിച്ചു. ആ 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആരംഭിക്കുകയാണ് ഇനി. പരീക്ഷിതോദരാജർഷേ ജന്മകർമ്മ വിലായനം സംസ്ഥാം ച പാണ്ഡുപുത്രാണാം വക്ഷ്യേ കൃഷ്ണകഥോദയം. പരീക്ഷിതോധ രാജർഷേ, രാജർഷിയായ പരീക്ഷത്തിൻ്റെ ജന്മം, കർമ്മം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, മഹത്തായ കാര്യകർമ്മങ്ങൾ, വിലായനം, വിലായനച്ചലോ അദ്ദേഹത്തിൻ്റെ ദേഹത്യാഗം, അദ്ദേഹത്തിൻ്റെ മുക്തി, ഇതെല്ലാം വിസ്തരിച്ച് ഞാൻ പറയാം. എന്താ കാരണം? കൃഷ്ണകഥോദയം, അത് ഭഗവാന്റെ കഥയെ പ്രകാശിപ്പിക്കാൻ അവസരം ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല പാണ്ഡുപുത്രാണാം സംസ്ഥാം ച, പരീക്ഷത്തിനെ സംബന്ധിച്ചത് പരീക്ഷത്തിൻ്റെ ജന്മത്തെക്കുറിച്ചും അദ്ദേഹം എങ്ങനെ ജനിച്ചു എന്നും അദ്ദേഹം എന്തെല്ലാം ദിവ്യ പ്രവൃത്തികളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തതെന്നും എങ്ങനെയാണ് അദ്ദേഹം ശരീരത്യാഗം ചെയ്തത്, എങ്ങനെയാണ് ഭാഗവതം കേട്ട് മുക്തനായതെന്നും പറയാം. മാത്രമല്ല പാണ്ഡുപുത്രാണാം സംസ്ഥാം ച, പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനത്തെക്കുറിച്ചും പറയാം. പരീക്ഷത്തിനെ രാജാവാക്കി അവർ എല്ലാം ഉപേക്ഷിച്ച് തപസ്സിനായിട്ട് ഹിമാലയത്തിൽ പോയില്ലോ. അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറയാം. ഇതിലെന്താ ഗുണം? അത് ഭഗവാന്റെ മഹിമയെ വിസ്തരിക്കുന്നതാവുന്നു. യഥാമൃതേ കൗരവസഞ്ജയാനാം വീരേഷ്വധോ വീരഗതിം ഗതേഷു മൃഗോദരാവിദ്ധഗഥാ വിമർശ ഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ. മഹാഭാരതത്തിൻ്റെ അവസാനത്തെ രംഗം മുതലാണ് പരീക്ഷത്തിൻ്റെ കഥ പറയാൻ വേണ്ടി സ്വീകരിക്കുന്നത് ഇവിടെ ശുകാചാര്യൻ അല്ലെങ്കിൽ വ്യാസമഹർഷി. ഭാരതത്തിൽ പറഞ്ഞതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പരീക്ഷത്തിൻ്റെ കഥ പറയണമെങ്കിൽ ഭാരതത്തെ ഒന്ന് സ്പർശിക്കാതെ പറ്റില്ല. പറയണു, മഹാഭാരത യുദ്ധം 18 ദിവസം നീണ്ടു നിന്നു. 18 ദിവസം നീണ്ടു നിന്ന ആ ഭാരത യുദ്ധത്തിൽ ഇരു സൈന്യങ്ങളിലും പെട്ട വീരന്മാരായ യോഗ്യന്മാരായ യോദ്ധാക്കൾ ഒക്കെ പരസ്പരം തല്ലി മരിച്ച് വീരസ്വർഗം പ്രാപിച്ചു. ഇതാണ് ആദ്യം പറയണത്. മൃതേ കൗരവസഞ്ജയാനാം വീരേഷു വീരഗതിങ്കതേഷു. മൃതേ ഭാരത യുദ്ധത്തില് കൗരവന്മാരുടെയും സൃഞ്ജയന്മാരുടെയും പക്ഷത്തുള്ള എല്ലാ വീരന്മാരും വീരഗതിയെ പ്രാപിച്ചപ്പോൾ അവസാനം ദുര്യോധനൻ മാത്രം ശേഷിച്ചു. ഭാരതത്തിൽ അനേകം മഹാന്മാർ പരസ്പരം പടവെട്ടി മരിച്ചു. അവസാനത്തെ യുദ്ധം ഭീമസേനനും ദുര്യോധനും തമ്മിലായി. ഗദായുദ്ധമാണ്. ആ ഗദായുദ്ധത്തിലോ ധൃതരാഷ്ട്രപുത്രേ വൃഗോദരാവിദ്ധ ഗദാഭിമർശ ഭഗ്നോരുദണ്ഡേ സതി. ദുര്യോധനന്റെ തുടയ്ക്ക് ഭീമസേനൻ ഗദ കൊണ്ട് അടിച്ച് തൊടയല് തകർന്ന് ദുര്യോധനൻ യുദ്ധകളത്തിൽ വീണു. മരിച്ചിട്ടില്ല, വീണു. അങ്ങനെ കിടക്കുക. അതോടുകൂടി യുദ്ധം അവസാനിച്ചു. മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന രംഗം ഭീമസേനും ദുര്യോധനും തമ്മിലടി. ഭീമസേനൻ്റെ ആടി കൊണ്ട് ദുര്യോധനൻ തൊടയിൽ തകർന്ന് താഴെ വീണു. അതോടെ പാണ്ഡവന്മാരൊക്കെ ജയിച്ചു, അവസാനിപ്പി പോയി. അന്ന് രാത്രിയിൽ കൗരവപക്ഷത്ത് ശേഷിച്ചവർ 3 ആളത്രേ. അശ്വത്ഥാമാവും കൃതവർമാവും കൃപരും, ഇവർ 3 പേരും കൂടി ആ യുദ്ധക്കളത്തിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ സർവരെയും നശിച്ചു. അവസാനം തൻ്റെ സ്വാമി തനിക്ക് ചോറും പാലും തേനും തെയ്യും എല്ലാം തന്ന് തന്നെ രാജകുമാരനെ മാതിരി വളർത്തിയ ആളാ ഈ കിടക്കണ ദുര്യോധന മഹാരാജാവ്. അശ്വത്ഥാമാവ് ഈ സന്ദർഭത്തിൽ പോലും തനിക്ക് അദ്ദേഹത്തിന് സന്തോഷിപ്പിക്കാനൊന്നും ആയില്ലല്ലോ എന്നുള്ളതായ വിചാരം വന്നു. എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? ഭർത്തുപ്രിയം ദ്രൗണിരിതി സ്മ പശ്യൻ കൃഷ്ണാസുതാനാം സ്വപദാം ശിരാംസി ഉപാഹരൽ വിപ്രിയമേവ തസ്യ ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. മഹാരാജാവിന് സന്തോഷാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഭർത്തുപ്രിയം, തൻ്റെ സ്വാമിക്ക് സന്തോഷമാകുമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? നേരെ പോയിട്ട് കൃഷ്ണാസുതാനാം ശിരാംസി ഉപാഹരത്. രാത്രിയിൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് ശിബിരത്തിൽ വിശ്രമിക്കുന്നുണ്ട് യോദ്ധാക്കന്മാരൊക്കെ, പാണ്ഡവപക്ഷത്തിലുള്ള ആൾക്കാർ. അതിൽ പാഞ്ചാലിയുടെ 5 പുത്രന്മാർ,
ധൃഷ്ടദ്യുമ്നൻ അങ്ങനെ കുറേ പേരുണ്ട്. അതിൽ ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലിയുടെ ആ 5 പുത്രന്മാരുടെ ശിരസ് മുറിച്ച് അവരെ വധിച്ച് ഈ ശിരസ്സുകൾ എടുത്തുകൊണ്ടെന്ന് ദുര്യോധനന് സന്തോഷാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ദുര്യോധനന്റെ മുമ്പിൽ വെച്ചു പോകുന്നു. ഭർത്തുപ്രിയം, തൻ്റെ സ്വാമിക്ക് സന്തോഷാവണം വെച്ച് പ്രിയമായ കർമ്മം ചെയ്ത എന്താ ചെയ്തത്? കൃഷ്ണയുടെ മക്കളുടെ, കൃഷ്ണ ആരാ? പാഞ്ചാലിയിൽ പാണ്ഡവന്മാർക്ക് 5 ഓരോരുത്തർക്കും ഉണ്ടായ 5 മക്കള്, അവരുടെ ശിരസ് മുറിച്ചു കൊണ്ടുവന്ന് ആ മുമ്പിൽ കഴിച്ചു വെച്ചു. പക്ഷേ വിപ്രിയമേവ തസ്യുഗുപ്സിതം കർമ്മ വിഗ്രഹേന്തി. അത് കണ്ടപ്പോൾ സ്വാമിയായ ദുര്യോധന സന്തോഷമാകുന്നാണ് അശ്വത്ഥാമാവ് വിചാരിച്ചത്. പക്ഷേ ഉറങ്ങിക്കിടന്ന പാഞ്ചാലീപുത്രന്മാരുടെ ശിരസുകൾ മുറിച്ചു കൊണ്ടുവന്ന് സമർപ്പിച്ച സമയത്ത് സന്തോഷാവല്ല ചെയ്തത്, ഈ നിന്ദ്യകർമ്മത്തെ അപലപിക്കുക ചെയ്തത്. ശാസ്ത്രങ്ങളും സജ്ജനങ്ങളും മുഴുവൻ നിന്ദിക്കുന്ന പ്രവൃത്തിയാണ് അശ്വത്ഥാമാവ് ചെയ്തത്. അതിനെ സ്വാമിയായ ദുര്യോധനും നിന്ദിച്ചു. മാതാ ശിശൂനാം നിധനം സുതാനാം നിശമ്യ ഘോരം പരിതപ്യമാന തദാരുതൽ ബാഷ്പകലാകുലാക്ഷി താം സാന്ത്വയന്നാഹ കിരീടമാലി. ഭാഗവതം പഠിക്കാൻ വളരെ എളുപ്പമാണ്. 2 മീറ്ററേ ഉള്ളൂ പ്രധാനമായിട്ട്. നാരായണി അറിയുന്നവർക്ക് ഒരു പ്രയാസമില്ല. ഒന്ന് അനുഷ്ഠു ഭഗവത്ഗീതയുടെ, മറ്റൊന്നെന്തപ്പം ഇത് വസന്തതിലക അല്ലേ. അങ്ങനെ അധിക ശ്ലോകങ്ങൾ ഇങ്ങനത്തെയാണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാം. നാരായണീയം ശീലാക്കിക്കൊണ്ട് ഭാഗവതം പഠിക്കാൻ വളരെ എളുപ്പം. ട്യൂണിന് പ്രശ്നമില്ല അതർത്ഥം. അപ്പം എന്താ? മാതാ ശിശൂനാം നിധനം സുതാനാം, സുതാനാം ശിശൂനാം നിധനം മാതാ നിശമ്യാം. ഈ വർത്തമാനം അപ്പളയ്ക്കും അമ്മയായ പാഞ്ചാലി കേട്ടു. അത്യധികം നിന്ദ്യമായി പ്രവൃത്തി ചെയ്തു. തൻ്റെ മക്കളുടെ യുദ്ധം കഴിഞ്ഞ് രാത്രി ഉറങ്ങിക്കിടക്കുന്നതായ കുട്ടികളുടെ തലമുറിച്ചു കൊണ്ടുപോയി എന്നുള്ള വർത്തമാനം പാഞ്ചാലി ദേവി കേട്ടതും തൻ്റെ ഉണ്ണികളുടെ ആ മരണത്തെ ചൊല്ലിക്കൊണ്ട് മാറത്തടിച്ച് കരയാൻ തുടങ്ങി. ഭാരത യുദ്ധത്തിൽ വിജയിച്ചു ഭർത്താക്കന്മാര്, പക്ഷെ അതിന് കൊടുക്കേണ്ടി വന്ന വില ചില്ലറയാണ് ഇല്ലല്ലോ. ഏറ്റവും മഹാവീരവില്ലാളി വീരനായ അഭിമന്യുവിന്റെ ജീവിതം കൊടുക്കേണ്ടി വന്നു അല്ലേ? പോരാ, ഇപ്പതാ പാഞ്ചാലിയുടെ 5 പുത്രന്മാരുടെയും മരണം സംഭവിച്ചു. എങ്ങനെയാ അമ്മയ്ക്ക് സന്തോഷിക്കാൻ പറ്റുക? യുദ്ധവിജയം ആഘോഷിക്കാൻ പറ്റുമോ? ഇല്ല. അത്യധികം പരിതപിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കി വാവിട്ട് മുറവിളിയിട്ട് കരഞ്ഞു നത്തം. ആ സമയത്ത് താൻ സാന്ത്വയൻ ആഹ കിരീടമാലി. കിരീടമാലി അർജുനന്റെ പേരാ. അർജുനൻ ദേവിയെ പലതും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇവിടെ ഈ ശ്ലോകത്തിൽ യഥാമൃതേ കൗരവ സൃഞ്ജയാനാം, കൗരവന്മാരും സൃഞ്ജയന്മാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ അനേകം വീരന്മാർ വീരഗതി പ്രാപിച്ചു പോന്ന് പറഞ്ഞു. വാസ്തവത്തിൽ കൗരവന്മാരെന്ന് പറഞ്ഞാൽ പോരെ, കൗരവന്മാരെന്ന് പറഞ്ഞാൽ അതിൽ പാണ്ഡവന്മാരും പെട്ടില്ലേ. കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും മുതുമുത്തച്ഛനാണ് കുരുവാണ് കുരുക്ഷേത്രം ഉണ്ടാക്കി തന്നെ. കുരുവംശത്തിലാണ്, കൗരവംശത്തിലാണ് ഇരുകൂട്ടരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൗരവന്മാരെ പ്രത്യേകിച്ച് പറയണമെങ്കിൽ പറയേണ്ടത് ധാർധരാഷ്ട്രന്മാരെന്നാ അല്ലേ, ധൃതരാഷ്ട്രന്റെ പുത്രന്മാരെന്നാ പറയേണ്ടത്. പക്ഷേ പിന്നെന്തിനാ അവിടെ സൃഞ്ജയന്മാരെന്ന് ഉള്ള പദം? കൗരവംശത്തിൽപ്പെട്ടവർ തന്നെയാണ് പാണ്ഡവന്മാരെങ്കിൽ കൂടി പാണ്ഡവന്മാരുടെ സർവ്വസേനാനായകനായിട്ട് സൈന്യാധിപനായിട്ട് സൈന്യത്തെ വഹിക്കുന്നത് ആരാണ്? അതായത് പാണ്ഡവന്മാരുടെ സേനാപതി ദൃഷ്ടദ്യുമ്നനാണ്. അത് പാണ്ഡവംശത്തിൽപ്പെട്ടതല്ല, പാഞ്ചാലിയുടെ പാഞ്ചാലദേശത്ത് പാഞ്ചാല രാജാവിൻ്റെ മകനാ, പാഞ്ചാലിയുടെ ആങ്ങളെയാ. ദൃഷ്ടദ്യുമ്നാണ് ഇവരുടെ സേനാപതി. ആ ദൃഷ്ടദ്യുമ്നോ സൃഞ്ജയ വംശത്തിൽ ജനിച്ചതാ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സൃഞ്ജയാനാംന്ന് ആ ദൃഷ്ടദ്യുമ്നൻ സൃഞ്ജയ വംശജനായതുകൊണ്ടാണ് ആ പ്രാധാന്യം വെച്ച് കൗരവ സൃഞ്ജയാനാം, കൗരവന്മാരുടെയും സൃഞ്ജയന്മാരുടെയും തമ്മിലുള്ള ആ പോരിൽ അനേകം ആളുകൾ വീരസ്വർഗം പ്രാപിച്ച സമയത്ത് അശ്വത്ഥാമാവ് ഇങ്ങനെ പോയി ചെയ്തെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ശ്ലോകത്തില് അശ്വത്ഥാമാവ് ചെയ്ത വീരപരാക്രമം, വീരകൃത്യം. അശ്വത്ഥാമാവ് വിചാരിച്ചു ഞാൻ വീരകൃത്യം ചെയ്തു എന്ന്, യജമാനന്റെ സന്തോഷത്തിന് വേണ്ടി. പക്ഷെ അദ്ദേഹം ചെയ്ത് വീരകൃത്യമായിരുന്നില്ല, നിന്ദ്യകൃത്യമായിരുന്നു. എന്താ നിന്ദ്യം? ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ കൊല്ലാച്ചാൽ എത്ര നിന്ദ്യമായ പ്രവൃത്തിയാണ് അല്ലേ? ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർത്താൻ പോലും പാടില്ല എന്നാ പറയാ, ബ്രഹ്മഹത്യ പാപണ്ടെന്നാ പറയാ. കാരണം ഉറക്കത്തിൽ എല്ലാവരും ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുക.
അറിയണില്ലെങ്കിലും. അതാണ് ഇത്ര ആനന്ദം ഉറങ്ങുമ്പോഴേ. ഉറക്കത്തുഖത്തിന് സമാന സുഖമുണ്ടോ ലോകത്തിൽ? അപ്പോൾ ആ പ്രവൃത്തിയെ അപലപിച്ചു മഹാരാജ ദുര്യോധനൻ തന്നെ. പക്ഷെ ഇവിടെ താങ്ങുവയ്യാത്ത ദുഃഖമുണ്ടായി പാഞ്ചാലിക്ക്. പാഞ്ചാലി മറത്തടിച്ച് ഉച്ചത്തിൽ മുറവേട്ട് കരഞ്ഞു. ആ സമയത്ത് അർജുനൻ വന്ന് ദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചില വാക്കുകൾ പറഞ്ഞു. എന്തൊക്കെയാ അദ്ദേഹം പറഞ്ഞതെന്നാണ് അടുത്ത വാക്കിൽ ശ്ലോകത്തില്. തഥാ ശുചസ്തേ പ്രമൃജാമി ഭദ്രേ യത് ബ്രഹ്മബന്ധോ ശിര ആതതായിനഃ ഗാണ്ഡീവമുക്തൈർവിശിഖൈരുപാഹരേ ത്വാക്രമ്യയൽ സ്നാസ്യസി ദഗ്ധപുത്രാം. ദേവിയോട് പറയണം, ദേവി ഈ നീചകർമ്മം ചെയ്തവനവൻ. മാ തഥാ ശുചസ്തേ പ്രഭജാമി. ദേവി നിന്റെ ഒപ്പാൻ എനിക്ക് കുറച്ച് താമസമുണ്ട്. നിന്നെ സമാധാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ നിന്ദ്യകർമ്മം ചെയ്തവനെ കണ്ടുപിടിച്ച് അവൻ്റെ ശിരസ് മുറിച്ച് നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവയ്ക്കാം. ഗാണ്ഡീവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ഗാണ്ഡീവം കൊണ്ട് ആ അശ്വത്ഥാമാവിൻ്റെ ശിരസ് ഞാൻ മുറിച്ച്, എൻ്റെ പുത്രന്മാരുടെ സരസം മുറിച്ചില്ലേ, ഇമാരി അവൻ്റെ ശിരസ്സെടുത്ത് മുറിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടുവച്ച് ആ ശിരസിൽ കയറിയിരുന്ന് ആ മരിച്ച കുട്ടികൾക്ക് ഉദകക്രിയ ചെയ്തതിന് ശേഷമാവാം നിന്റെ കണ്ണീര് തുടയ്ക്കാൻ. ഇതാണ് ക്ഷത്രിയ വീര്യം. ക്ഷത്രന്മാർക്ക് അതേ പറ്റുള്ളൂ അല്ലേ. മരിച്ച കുട്ടികൾ മരിച്ചു, ഇനി അവരൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിന് പകരം ചോദിക്കാം എന്ന് പറയാൻ ഇവിടെ. അപ്പോൾ ഭദ്രേ, മംഗളസ്വരൂപിണിയായ ദേവി, തേ ശുചഃ ഞാൻ പ്രമുജാമി, നിന്റെ ദുഃഖം ഞാൻ ശമിപ്പിക്കാം, നിന്റെ അശ്രുക്കളെ ഞാൻ തുടയ്ക്കാം. എപ്പോ? ആദ്യം അവൻ്റെ കഥ കഴിക്കട്ടെ എന്നിട്ടെന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? ആതതായിനഃ, അശ്വത്ഥാമാവ് ആതതായിയാണ്. ബ്രഹ്മബന്ധോ, ബ്രാഹ്മണാധവനാണ്. ബ്രാഹ്മണനാണെങ്കിലും നിന്ദ്യകർമ്മം ചെയ്തുകൊണ്ട് അധവനാണ്. അവൻ്റെ ശിരസ് ഗാണ്ഡീവമുക്തൈഹി, ഗാണ്ഡീവം കൊണ്ട് വേർപെടുത്തി നിന്റെ മുമ്പിൽ സമർപ്പിക്കാം. അങ്ങനെ ആ ശിരസിൽ ഇരുന്ന് പുത്രന്റെ മരണാനന്തര ക്രിയ ചെയ്തതിന് ശേഷം നിന്റെ കണ്ണീര് ഞാൻ തുടയ്ക്കാം. ആദ്യം അവൻ്റെ കഥ കഴിക്കട്ടെ, എന്നിട്ടാവാം നിന്നെ ആശ്വസിപ്പിക്കല് എന്ന് പറഞ്ഞ് അർജുനൻ അവിടുന്ന് പുറപ്പെട്ടു വെക്കാം. ഇതി പ്രിയാം വൽഗു വിചിത്രജൽപൈഹി സസാന്ദ്വയിത്വാ അച്യുതമിത്ര സൂതഃ അന്വാദ്രവൽ ദംശിതൗഗ്രധന്വാ കപിധ്വജോ ഗുരുപുത്രം രഥേനാം. ഇതി ഇപ്രകാരം പ്രിയാം വൽഗു വിചിത്രജൽപൈഹി, അതിമനോഹരങ്ങളായ വിചിത്രങ്ങളായ വാക്കുകൾ പറഞ്ഞ് പാഞ്ചാലിയെ, പ്രിയെ ഒരുവിധം ആശ്വസിപ്പിച്ചും വെച്ച് ഭഗവാനെയും കൂട്ടിക്കൊണ്ട് നേരെ അശ്വത്ഥാമാവിനെ പിടിക്കാൻ പോയി. അർജുനന്റെ ഭാഗ്യമെന്ന് ആലോചിച്ച് നോക്കൂ. അച്യുതമിത്ര സൂതഹാന എന്ന് പറയുന്നത് എന്താ? അച്യുതനെ മിത്രമായും സൂതനായും കിട്ടിയവരാ. ഭഗവാനെ മിത്രമായും കിട്ടി, ഫ്രണ്ടായിട്ടും കിട്ടി, തേരാളിയായിട്ടും കിട്ടി. ചെറിയ കാര്യമാണോ? അല്ല. അതുകൊണ്ട് തന്നെ അർജുനന് പോയ കാര്യം സാധിക്കാൻ പറ്റും, വിജയം ഉറപ്പ്. രണ്ടാമത് അർജുനന്റെ വിശേഷണം പറയണത് എന്താ? കപിധ്വജ. കപി ഹനുമാൻ. ഹനുമാനാണ് അർജുനന്റെ കൊടിമരത്തിന്റെ ആ ഇതിൽ വന്നിരിക്കണതേ. കപി കൊടി അടയാളമായിട്ടുള്ളവനാ. അപ്പോൾ ഹനുമാൻ കൊടിയിലിരിക്കുന്നവനും ഭഗവാനെ തന്നെ സുഹൃത്തായും ആ തേരാളിയായും കിട്ടിയവനായ അർജുനൻ ഇപ്രകാരം തൻ്റെ പത്നിയെ സമാശ്വസിപ്പിച്ചും വെച്ച് അമ്പും വില്ലുമെടുത്ത് കവചക്കെ ധരിച്ചുകൊണ്ട് ഗുരുപുത്രം രഥേന, ഗുരുപുത്രനെ വധിക്കാനായിട്ട് അശ്വത്ഥാമാവിന്റെ പിന്നാലെ ഓടി. തം ആപതന്തം സനിരീക്ഷ്യ ദൂരാത് കുമാരഹോദ്വിഗ്നമനാരഥേനാം പരാദ്രവൽ പ്രാണപരിപ്സുദുർവ്യാം യാവദ്ഗമം രുദ്രഭയാത് യഥാക്കഹ. അർജുനൻ തന്നെ പിന്തുടരണമെന്ന് കണ്ടതോടുകൂടി വളരെ വേഗത്തിൽ ഓടുന്ന കുതിരയുടെ പുറത്ത് കയറിക്കൊണ്ട് അശ്വത്ഥാമാവ് പേടിച്ച് വിറച്ച് പാഞ്ഞു. അങ്ങനെ ഓടി 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 ആപതന്തം തം ദൂരാത്തിരീക്ഷ്യ, തന്നെ പിന്തുടരുന്ന
ആ അർജുനനെ വളരെ ദൂരത്തുനിന്ന് തന്നെ കണ്ടതോടുകൂടി കുമാരഹാസ ഉദ്വിഗ്നമനഹ, ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ കൊന്ന അശ്വത്ഥാമാവ് വിറയ്ക്കുന്ന ഹൃദയത്തോടുകൂടി പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി മോഹിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഓടി. എങ്ങനെ ഓടി പറയണു? രുദ്രഭയാൽ കഹ. പണ്ട് രുദ്രനെ പിടിച്ച് ബ്രഹ്മാവ് ഒരു ഓട്ടം ഓടിത്ര അതുപോലെ. അതെപ്പോഴാ? ബ്രഹ്മാവ് സൃഷ്ടി ചെയ്ത സമയത്ത് സരസ്വതിയെ സൃഷ്ടിച്ചപ്പോൾ സരസ്വതിയുടെ സൗന്ദര്യത്താൽ ആകൃഷ്ടനായിട്ട് സരസ്വതിയെ പ്രാപിക്കാൻ പുറപ്പെട്ടു. അപ്പോൾ കോപം കൊണ്ട് ജ്വലിച്ച കണ്ണുകളോടുകൂടി അച്ഛനാണെങ്കിലും രുദ്രൻ മകനാണല്ലേ മഹാദേവൻ, കോപത്തോടുകൂടി ബ്രഹ്മാവിനെ വധിക്കാൻ ഓടിച്ചു. ബ്രഹ്മാവ് ഒരു ഓട്ടം ഉണ്ടായി ഭൂമിയിലൂടെ. എത്രയും അതുപോലെ ഇവിടെ ഈ അശ്വത്ഥാമാവ് ഓടി എന്ന് പറയാം. എത്രത്തോളം ഭയപ്പെട്ടിട്ടാണ് അദ്ദേഹം ഓടിയതെന്ന് ഇത് മനസ്സിലാക്കാം. പരാത്രവൽ പ്രാണപരീക്ഷുയാം, തൻ്റെ പ്രാണരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓടി അദ്ദേഹം. യഥാ ശരണമാത്മാനം ഐക്ഷത ശ്രാന്തവാചിനം അസ്ത്രം ബ്രഹ്മശിരോമേനേ ആത്മത്രാണം ദ്വിജാത്മജൻ അശ്വത്ഥാമാവ് ബ്രഹ്മണപുത്രൻ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ക്ഷീണിച്ചു. താൻ ഓടിയ കുതിര കുറേ കഴിയുമ്പോൾ ക്ഷീണിച്ചു, തളർന്നു, അവശനായി. കുതിര ക്ഷീണിച്ചു വീണപ്പോഴോ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി ഭൂമിയിലൂടെ അദ്ദേഹം ഓടാൻ തുടങ്ങി. അങ്ങനെ അവസാനം അദ്ദേഹവും ക്ഷീണിച്ചു, ശരണമില്ലാണ്ടായി. അശരണം ആത്മാനം, തനിക്ക് വേറെ ആരും ശരണമില്ല, ആശ്രയമില്ലാണ്ടായ സമയത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചനയിൽ ഉടനെ ദ്വിജാത്മജ ബ്രാഹ്മണകുമാരനായ അദ്ദേഹം ആത്മത്രാണം തൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് ബ്രഹ്മശിരഹ അസ്ത്രം മേനെ, തൻ്റെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രം തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു എന്നർത്ഥം. ഇവിടെ ഒരു സൂചന ദ്വിജാത്മജഹ എന്ന്, ബ്രാഹ്മണപുത്രൻ ആയതുകൊണ്ട് അസ്ത്രപ്രയോഗത്തിൽ അത്ര വീണ്ടും വിചാരം ഉണ്ടായില്ല എന്ന്. എന്താ കാരണം? ബ്രഹ്മാസ്ത്രം അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ബ്രഹ്മാസ്ത്രം അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തതാ. പക്ഷേ ആലോചനയില്ലാതെയല്ലേ ഉടനെ തൻ്റെ രക്ഷയ്ക്ക് ഏകസാധനമായി ബ്രഹ്മാസ്ത്രം ഇനി ബാക്കിയുള്ളൂ. ആ ബ്രഹ്മാസ്ത്രം അർജുനന് നേരെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് ദീർഘദർശിത്വം ഇല്ലായ്മ കാണിച്ചതാണ്. അവിടെ മനസ്സിൽ ഈ ബ്രഹ്മാസ്ത്രം അയച്ച് താൻ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അദ്ദേഹം ഉടനെ അധോപസ്പൃശ്യ സലിലം സന്ധതേ തൽസമാഹിതഃ അജാനന്നുപസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ. വേഗം ജലത്തിറങ്ങി ആചമനം ചെയ്ത് ആ ബ്രഹ്മാസ്ത്രം എടുത്ത് അയച്ചു അർജുൻ്റെ നേരെ. പക്ഷേ പറയണു അജാനൻ ഉപസംഹാരം, അതാണ് ദീർഘദർശിത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞത്. എന്തത്? ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ സാധാരണ അസ്ത്രമല്ല, പിന്നെയോ ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ കഴിവുള്ള വലിയ മാരകായുധമാണ്. അതിനയച്ചാൽ അതിനെ തിരിച്ചെടുക്കാൻ കഴിവില്ലെങ്കിൽ ലോകം മുഴുവൻ ഭസ്മാവും. പക്ഷേ അശ്വത്ഥാമാവിന് ഈ ബ്രഹ്മാസ്ത്രം അയക്കാനേ അറിയുള്ളൂ, തിരിച്ചെടുക്കാൻ അറിയില്ല. ഉപസംഹാരം അജാനൻ, ഉപസംഹരിക്കാൻ അറിയില്ല. അങ്ങനെയുള്ളൊരു മാരകായുധം പ്രയോഗിക്കാൻ പാടുമോ? പാടുമോ? ഇപ്പം മഹാമാരി നേരിട്ടുകൊണ്ടിരിക്കണം. ചൈനക്കാർ ചെയ്യുന്നതൊക്കെയാണ് പറയണത്. എന്തായാലും വിരോധമില്ല. ഇങ്ങനെയുള്ളൊരു വലിയ വൈറസിനെ ഉണ്ടാക്കി വിട്ടു, അതിന് മറുപടി പിടിക്കാതെ അല്ലേ? ഇപ്പം അതിനൊക്കെ വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് പറയണു. പക്ഷേ അതിന് ആൻറ്റി ആയിട്ടുള്ള ഇത് കാണാതെ ഇങ്ങനെ ഉണ്ടാക്കി വിട്ടു കഴിഞ്ഞാൽ ലോകം നശിച്ചു പോവില്ലേ? ബ്രഹ്മാസ്ത്രം ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കുന്നതാണ്. അത് ഉപസംഹരിക്കാൻ അറിയാത്ത ഒരാൾ അതിനെ പ്രയോഗിക്കാൻ പാടുമോ? അത് ഏറ്റവും വലിയ ധർമ്മമല്ലേ? അശ്വത്ഥാമാവ് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ നശിച്ചാലും വിരോധമില്ല, ഞാൻ രക്ഷപ്പെടണമെന്ന വിചാരത്തോടുകൂടി അത് പ്രയോഗിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘദർശിത്വമില്ലായ്മ. എന്ന് ആലോചിച്ച് നോക്കൂ. അല്പത്വം. എല്ലാവരും നശിച്ച് ഞാൻ മാത്രം ജീവിച്ചിരുന്ന അതിൽ വല്ല സുഖമുണ്ടോ? നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കുടിക്കുമ്പോൾ സുഖം അല്ലേ? എല്ലാവരും മരിച്ച് ഞാൻ മാത്രം ജീവിച്ചിരിക്കണം സുഖമായിട്ടെന്ന് വിചാരിക്കണത് എത്ര വലിയ സ്വാർത്ഥം എന്ന് ആലോചിച്ച് നോക്കൂ. അതല്ലേ ഈ അദ്ദേഹം ചെയ്തത്? ഈ ബ്രഹ്മാസ്ത്രം പോയാൽ ലോകം മുഴുവൻ ദഹിക്കും, ലോകം മുഴുവൻ ബാക്കി ഉണ്ടാവില്ല. പക്ഷേ എന്നാലും ഞാൻ ഉണ്ടാവുമല്ലോ. ഇതായിരുന്നു. എന്താ അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രം അജാനൻ ഉപസംഹാരം എന്ന് പറയാൻ കാരണം? ഉപസംഹരിക്കാൻ അറിയില്ല, അയക്കാനറിയില്ലെന്ന് പറയാൻ കാരണം അത് വാസ്തവത്തിൽ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. പാതി ഒളിഞ്ഞിരുന്ന് കേട്ടതത്രേ. എന്താ? തൻ്റെ പ്രിയ ശിഷ്യനായ അർജുനന് മാത്രമാണ് ബ്രഹ്മാസ്ത്രം അയക്കാനും ഉപസംഹരിക്കാനുള്ള മന്ത്രം ഉപദേശിച്ചത് ഗുരുനാഥൻ. സ്വന്തം പുത്രനാണെങ്കിലും അശ്വത്ഥാമാവിൻ്റെ ഈ അവിവേകം, അവൻ ദ്വിജാത്മജനായതുകൊണ്ട് അവൻ അത്ര ദീർഘദർശിത്വം ഉണ്ടാവില്ല. ആസ്ഥാനത്ത് ഉപയോഗിച്ചേക്കാമെന്ന് മുൻകൂട്ടി ദീർഘദർശിയായ ദ്രോണൻ മനസ്സിലാക്കി ഉണ്ടാവണം എന്ന് വേണ്ട വിചാരിക്കാൻ. അത് ദ്രോണന്റെ മഹത്വമല്ലേ? മഹാമനസ്കത വേണം പറയാൻ.
സ്വന്തം മകനായിട്ട് പോലും പഠിപ്പിച്ചില്ല. പക്ഷേ വിലാളി വീരനായ അർജുനൻ ധർമ്മത്തിന് വേണ്ടി അല്ലാതെ അസ്ഥാനത്ത് ഇത് ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് പൂർണ്ണബോധ്യമുള്ളത് കൊണ്ട് അർജുനന് ഉപദേശിച്ചു, അയക്കാനും ഉപസംഹരിക്കാനും. ഇതൊക്കെ വളരെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ സ്വാർത്ഥത കൊണ്ട് നമ്മുടെ മക്കൾക്കാണ് എല്ലാ രഹസ്യങ്ങളും എല്ലാം, അല്ലേ, എല്ലാം ചെയ്തു കൊടുക്കണത്. സമാജം എങ്ങനെയായാലും കുഴപ്പമില്ല, തൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുക. മന്ത്രിമാരും ഭരണാധികാരികളും എല്ലാ ആൾക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ, അല്ലേ, നേരെ മറിച്ച് അതിരോടം ചെയ്തു. തൻ്റെ മകനാണെന്നിട്ട് കാര്യമില്ല, അവൻ്റെ കയ്യിൽ ഈ ബ്രഹ്മാസ്ത്രം സുരക്ഷിതമായിരിക്കില്ല എന്ന് കണ്ടു അദ്ദേഹം. അർജുനൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും കണ്ടോ. പക്ഷെ അർജുനനെ ഉപദേശിക്കുമ്പോൾ പാതി ഇരുന്ന് മടിച്ചു അയക്കാൻ. പക്ഷേ തിരിച്ചെടുക്കാനിട്ട് അറിഞ്ഞില്ല. അങ്ങനെയുള്ള ഒരിക്കലും അയക്കാൻ പാടില്ല, അല്ലേ. എന്നിട്ടും അതാണ് എടുത്തു പറയണത്, അജാനൻ ഉപസംഹാരം. ഇത് അയച്ച ലോകം മുഴുവൻ നശിക്കും, ഇത് അയച്ചാൽ എനിക്ക് തിരിച്ചെടുക്കാനുള്ള കഴിവില്ല എന്ന് അറിഞ്ഞിട്ടും പിന്നെ അയച്ചു. അതാണ് അദ്ദേഹത്തിന്റെ അല്പത്വം, അവിവേകം. തദപ്രാദുരഭൂൽ തേജഃ പ്രചണ്ഡം സർവതോദിശം പ്രാണാപദമഭിപ്രേത്യ വിഷണ്ണം ജിഷ്ണുരുവാച. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി പറയാം, ഇതെന്താ കാണിക്കുന്നത്? ഈ അശ്വത്ഥാമാവിൻ്റെ കയ്യിൽ ബ്രഹ്മാസ്ത്രം കിട്ടിയ മാതിരിയാണ് ഇന്ന് പലരുടെയും കയ്യിൽ അധികാരം, സ്ഥാനമാനങ്ങൾ, പണം ഇത്യാദികളൊക്കെ വന്നു ചേരുന്നത്. അത് വന്നാൽ ലോകത്തിന് നാശാണ്, ശരിയല്ലേ? ദുഷ്ടന്മാരും നീചന്മാരും മഹാസ്വാർത്ഥികളും ആയിട്ടുള്ള ആൾക്കാർക്ക് അധികാരം വന്ന അധികാര ദുർവിനിയോഗം ചെയ്യും. ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നാൽ അവരതിനൊക്കെ സ്വാർത്ഥത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഭാഗവതം 5000 കൊല്ലം മുമ്പ് എഴുതി വെച്ച കാര്യമാണ് ഇപ്പം നടക്കണമെന്ന് ഇന്ന് മനസ്സിലാക്കുമ്പം ഭാഗവതനെ പൂട്ട് തൊഴണ്ടേ, നമസ്കരിക്കണ്ടേ? ഭാഗവതന്റെ മഹത്വം ദീർഘദർശിയായ വേദവ്യാസൻ ഇതൊക്കെ കണ്ട് എഴുതി വെച്ചിരിക്കണു. വേദവ്യാസൻ അറിയാതൊക്കെ വേദവ്യാസന്റെ രചനയാണല്ലത്, അതിൽ പറഞ്ഞിരിക്കണു. അതുകൊണ്ട് ആ ഉദ്ദേശശുദ്ധിയുള്ളവരും ത്യാഗസമ്പന്നന്മാരും നിഷ്കാമന്മാരും ഒക്കെ ആയിട്ടുള്ള ശുദ്ധമനസ്കന്മാരുടെ കയ്യിലെ അധികാരം കൊടുക്കാൻ പാടുള്ളൂ. അവരൊരിക്കലും സ്വാർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കില്ല. ലോകമംഗളത്തിന് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി, ലോകത്തെ സേവിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കും അവരുടെ സകല കഴിവുകളും. അതാ പഠിക്കേണ്ടത് ലോകം. തദപ്രാദുഷ്കൃതം, ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ളതായ തേജസ് വ്യാപിച്ചു. ലോകം മുഴുവൻ ദഹിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു പ്രചണ്ഡം സർവതോദിശം, പ്രചണ്ഡമായിട്ടുള്ളതായ ഉഗ്രമായിട്ടുള്ള തേജസ് അതിൽ നിന്ന് പുറപ്പെട്ടിട്ട് അത് അർജുനന്റെ നേരെ ഇങ്ങനെ അടുക്കാൻ തുടങ്ങി. വിഷ്ണുഞ്ചിഷ്ണുവാച, അത് തന്നെ സമീപിക്കാൻ തുടങ്ങിയതും അതുകൊണ്ട് തൻ്റെ നാശം ഉണ്ടാവുന്ന ഉറപ്പായി അർജുനന്. അതുകൊണ്ട് പ്രാണാപദം അഭിപ്രേത്യ, പ്രാണഭയം കൊണ്ട് അർജുനൻ ഉടനെ വിഷ്ണുവിനെ സമീപിച്ചു. ആരാ ജിഷ്ണു? വിഷ്ണു അർജുനൻ, വിഷ്ണു കൃഷ്ണൻ. നല്ല പേരമക്കൾക്ക് ഇടാൻ വിഷ്ണു ജിഷ്ണു. ജിഷ്ണുരുപാദശ, വിഷ്ണുവിനെ ജിഷ്ണു സമീപിച്ചു. അർജുനൻ ഭഗവാനെ ആശ്രയിച്ച് പ്രകാരം പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാമഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസ്കൃതേ. ഹേ കൃഷ്ണ കൃഷ്ണ, ഭയം കൊണ്ട് പിന്നെയും ഭഗവാനെ വിളിക്കുന്നത്. കൃഷ്ണ 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 എന്ന് പരിഭ്രമം കൊണ്ട് ഭയം കൊണ്ട് വിളിക്കൂലേ. മഹാബാഹോ, എല്ലാം ചെയ്യാൻ സമർത്ഥനായിട്ടുള്ള ഭഗവാനെ, ഭക്താനാം ഭയങ്കര, ഭക്തന്മാർക്ക് മരണഭയത്തെ, സംസാര ദുഃഖത്തെ പോലും ഇല്ലാണ്ടാക്കി കൊടുക്കുന്നവനെ, അല്ലെ, സംസാര ക്ലേശം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവന്മാരെ ജനമരണ സ്വരൂപമായ സംസാര ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും രക്ഷിക്കുന്ന ആളാ ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് ഈ അസ്ത്രത്തിൽ തന്നെ രക്ഷിക്കലൊരു വിഷയമാണോ? അല്ലേ? ആ സംസാര ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്ന അവിടത്തേക്ക് ഈ അസ്ത്രത്തിൽ നിന്ന് എന്നെ രക്ഷിക്കല് എത്ര ചെറിയ കാര്യം, എത്ര നിസ്സാര കാര്യം എന്നാണ് ഇവിടെ സൂചനാനർത്ഥം. ത്വം ഏകഃ സംസദേഹേ ദഹ്യമാനാനാം അപവർഗോസി, അങ്ങൊരുവൻ മാത്രമാണ് ഭഗവാനെ ഈ സംസാര ദുഃഖം അനുഭവിക്കുന്ന ജീവന്മാർക്ക് ആ സംസാരത്തിൽ നിന്ന് മോചിപ്പിച്ച് പരമപദത്തെ കൊടുക്കാൻ, നിത്യാനന്ദം കൊടുക്കാൻ യോഗ്യനായിട്ടുള്ള ആള്. ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേ പരഃ മായാം വിദസ്യ ചിച്ഛക്തിയ കൈവല്യേ സ്ഥിത ആത്മനി. കൃഷ്ണനെ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. ഭഗവാൻ അവിടുന്ന് ആരാണ്? ത്വം ആദ്യ പുരുഷ, അങ്ങ് ആദിപുരുഷനാകുന്നു. പ്രപഞ്ചത്തിന്റെ പരമകാരണ സ്വരൂപനാകുന്നു. പ്രപഞ്ചം ഉണ്ടാവണേന്ന് മുമ്പുള്ള ആദിപുരുഷനാകുന്നു അവിടുന്ന്. പോരാ, പ്രകൃതേഹ പരഃ, പ്രകൃതിക്കും അതീതനായവനാകുന്നു.
മായാംവിധസ്യ, ആ മായയെ തൻ്റെ സ്വാധീനത്തിൽ വെച്ചുകൊണ്ട്, ആത്മസ്വരൂപത്തിൽ ചിച്ഛക്തി കൊണ്ട് കൈവല്യസിദ്ധ, ആ ആത്മസ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവനാണ്. മായയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഭഗവാനെ. മായയെ തൻ്റെ സ്വാധീനത്തിൽ വെച്ചുകൊണ്ട് ഭഗവാൻ ലോകസൃഷ്ടിയാദികൾ ചെയ്യുന്നു. ആ ഭഗവാൻ എന്നിട്ടും ആ ആത്മമഹിമയിൽ ആത്മാരാമനായി സ്വയം വിരാജിച്ചു കൊണ്ടിരിക്കുന്നു. മായയ്ക്ക് പോലും ഭഗവാനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ മായയുടെ ധർമ്മങ്ങളുടെ, മായയുടെ പ്രവൃത്തികളുടെ കാര്യം പറയാണ്ടോ? അത് ഭഗവാനെ സ്പർശിക്കുമോ? ഇല്ല. മായയിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവരാണ് നമ്മളൊക്കെ. മായയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ മായയെ തൻ്റെ സ്വാധീനത്തിൽ വെച്ചുകൊണ്ട് ആ ആത്മസ്വരൂപത്തിൽ തന്നെ കുടികൊള്ളുന്നവനാണ് അവിടുന്ന്. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങയ്ക്ക് ഈ സംസാരത്തുനിന്ന് പോലും മോചിപ്പിക്കാനുള്ള ത്രാണിയുണ്ട്, കൽപ്പുണ്ട്. അങ്ങനെ ഇരിക്കെ എന്നെ ബാധിക്കുന്ന ഈ മഹത്തായ അസ്ത്രതേജസ്സിൽ നിന്ന് അവിടുന്ന് രക്ഷിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അതുകൊണ്ട് അത് രക്ഷിക്കണേന്നാണ് സൂചന. മാത്രമല്ല, സംസാര സങ്കടങ്ങളിൽ നിന്ന് മാത്രമാണോ ഭഗവാൻ നമ്മളെ രക്ഷിക്കുക? ജനമരണ സംസാരത്തിൽ നിന്ന് മോചിപ്പിച്ച് നമുക്ക് മോക്ഷം തരും. ഇത് മാത്രമാണോ ഭഗവാൻ തരിക? മോക്ഷം മാത്രമേ ഭഗവാൻ തരുള്ളൂ? അങ്ങനെയാണെങ്കിൽ ചില ആൾക്കാർ പറയും, എനിക്കിപ്പോൾ ഇതൊന്നും മോചനം വേണമെന്ന് തോന്നില്ല, കുറച്ചും കൂടിയൊക്കെ ഇവിടെ കളിക്കണമെന്ന് മോഹമുണ്ട് അല്ലേ, ഞാൻ ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കുറച്ചും കൂടിയും എനിക്ക് ഇവിടെ കളിക്കണം, പലതര കളികൾ കളിക്കണം. അപ്പോൾ അവർ ഭഗവാനെ ആശ്രയിക്കില്ലല്ലോ. സംസാരമോചനം ലാസ്റ്റ്. പക്ഷെ അവിടെ അതിന് മുമ്പ് കുറെ പണം വേണം, അടിച്ചു പൊളിക്കണം ജീവിതം വേണ്ടേ? അപ്പോഴോ അത് ആരാ തരിക? അതും തരും ഭഗവാൻ. അതാണ് അടുത്ത ശ്ലോകത്തില്. സയേവ ജീവലോകസ്യ മായാമോഹിതചേതസഃ വിദൽസേ സ്വേന വീര്യേണ ശ്രേയോ ധർമാതിലക്ഷണം. മോക്ഷം മാത്രല്ല, ധർമ്മ അർത്ഥ കാമങ്ങളാകുന്ന സകല പുരുഷാർത്ഥങ്ങളും തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ആ ഇഷ്ടം പോലെ കൊടുക്കുന്നതും അവിടുന്ന് തന്നെ. ഈ കൃഷ്ണനാണ്, ഈ ഈശ്വരനാണ്. ഒന്ന് മാത്രമല്ല ഭഗവാൻ തരിക. ഏതാ വേണ്ടത്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിലേതെങ്കിലും വേണോ? അതാ എല്ലാം വേണോ? എന്തും തരും ഭഗവാൻ. പാരിജാതോ ഹരേത്വം. അവിടുന്ന് ഭൂമിയിലെ കൽപ്പവൃക്ഷല്ലേ, കൽപ്പവൃക്ഷത്തിനോട് എന്ത് ചോദിച്ചാലും തരില്ലേ? അപ്പം അതുകൊണ്ട് മോക്ഷത്തിന് ഒരായിരപ്പനെ പറ്റിക്കുക, പിന്നെയോ ബാക്കിയുള്ളതിനൊക്കെ വേറെ ആരെങ്കിലും പോവുക, അത് വേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായില്ലേ പോയിന്റ്? നിങ്ങൾ കൃഷ്ണനെ ഭജിച്ചോളൂ, ഒരായിരപ്പനെ ആശ്രയിച്ചോളൂ, ഈശ്വരനെ ആശ്രയിച്ചോളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ധർമ്മമാണോ വേണ്ടത്? അർത്ഥമാണോ? പണമാണോ വേണ്ടത്? ഭോഗങ്ങളാണോ വേണ്ടത്? പേരാണോ? പ്രശസ്തിയാണോ? അല്ല ഭോഗങ്ങളാണോ? അതല്ല ശാശ്വത ശാന്തിയാണോ? എല്ലാം തരാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ. ഇതാണ് ഭഗവാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതേ. പല ആൾക്കാരും ധാരണ അങ്ങനെയല്ല അല്ലേ? ഓരോന്നിന് ഓരോരോ കടയിൽ പോണ മാതിരി. പണ്ടൊക്കെ അങ്ങനെയാണ്, ഇരുമ്പിന് ഇരുമ്പ് കട, അരിക്ക് അരിക്കട, തുണിത്തിരക്കിന് തുണിക്കട. ഇപ്പൊ ഒക്കെ മോള് വന്നപ്പോൾ എളുപ്പമായി. ആ മോളിൽ പോയാൽ മതി, എല്ലാം കിട്ടും അവിടെ. ശരിയല്ലേ? അതുപോലെയാണ് ഗുരുവായൂരപ്പൻ അല്ലേ ഉണ്ണി? ഭഗവാൻ ഈ ലോകത്തിൽ ആർക്കാർക്ക് എന്തെന്ത് ആവശ്യമുണ്ടോ അതെല്ലാം തരാൻ തയ്യാറായിരിക്കുക ഭഗവാൻ. അങ്ങനെയാണ് ഭഗവാനെ ഭക്തന്മാർ പറയണത്. അതുകൊണ്ട് ജീവലോകസ്യ, ഈ ജീവന്മാർക്ക് മായാമോഹിതചേതസഃ, മായയിൽ മോഹിതരായി ഭ്രമിച്ച് നടക്കണവര്. അതുകൊണ്ടാണ് അവരെ ലക്ഷ്യം ഈശ്വരനാണെന്നുള്ള അവർ തൽക്കാലം മനസ്സിലാക്കാത്തത്. അത്രേ ഉള്ളൂ. അതാണ് എന്തുകൊണ്ട് നമ്മൾ അർത്ഥകാമങ്ങളുടെ പിന്നാലെ പോകുന്നു, അതിനുവേണ്ടി ഭജിക്കുന്നു ഈശ്വരനെ. ഭഗവാൻ തരുന്നത് വേറെ കാര്യം. പക്ഷെ എന്തുകൊണ്ട് ഭഗവാനെ തരാൻ പറയണില്ല? എനിക്ക് ഭഗവാനെ അങ്ങയിൽ നിഷ്കളങ്ക ഭക്തി ഉണ്ടാക്കി തരൂ കൃഷ്ണ, കൃഷ്ണ എനിക്ക് കൃഷ്ണനെ മതി. ആര് പറഞ്ഞു? ഒരു വൃത്രാസുരൻ പറഞ്ഞു. കൃഷ്ണ ഹരേ അഹം ഹരേ തവ ദാസൈകദാസോ ഭവിദാസ്മി ഭൂയ. ഭഗവാനെ എനിക്ക് ഇന്ദ്രപദവി വേണ്ട, ബ്രഹ്മപദവി വേണ്ട, ചക്രവർത്തി പദവി വേണ്ട, പുനർജന്മമില്ലാത്ത മോക്ഷം വേണ്ട, യോഗസിദ്ധികൾ വേണ്ട, എനിക്ക് അങ്ങേ മാത്രമേ വേണ്ടൂ. ഇത് പറയാൻ അങ്ങേറ്റത്തെ വിവേകം വേണം അല്ലേ? പക്ഷെ അങ്ങനെ പറയണില്ല അധികം ആൾക്കാരും. എനിക്ക് ഭഗവാന്റെ അടുത്ത് വരണോ, പൂജ കഴിക്കണോ, നിവേദ്യം കൊടുക്കണോ, ഭഗവാനെ എന്താ ഈ ലൗകിക കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി. എന്താ കാരണം? മായാമോഹിത ചേതസ്. നോക്കൂ പ്രയോഗമൊക്കെ. ഭഗവാന്റെ മായയിൽ മോഹിതരായ അവരാണല്ലോ അധികം പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ ഭഗവാനെ ഭജിക്കുക എന്തിനു വേണ്ടിയിട്ടാ? ഈ ധർമാർത്ഥ കാമങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ പല കാര്യങ്ങൾക്ക് വേണ്ടി. കുഴപ്പമില്ല, അതും ഭഗവാൻ ആ ഭക്തന്മാർക്ക് കൊടുത്തു അനുഗ്രഹിക്കണു. വിദൽസ്വേ സേനവീര്യേണ. ഭഗവാൻ തൻ്റെ പ്രഭാവം കൊണ്ട്, മഹിമ കൊണ്ട്, തൻ്റെ ഐശ്വര്യം കൊണ്ട് തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ഭുക്രിയേയും കൊടുക്കും, മുക്രിയേയും കൊടുക്കും. ഇവനെന്ത് വേണം? ഭുക്രി മുക്തിപ്രദാതാച തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ പരമഗുരു ഭഗവാൻ തന്നെ. അപ്പൊ രണ്ടിനും
കൃഷ്ണനെ ഭജിച്ചാൽ മതി എന്നർത്ഥം. അങ്ങനെയുള്ള ഭഗവാനെ തഥായം ചാവതാരസ്തേ ഭുവോ ഭാരജികീർഷയ സ്വാനാം ചാനന്യഭാവാനാം അനുധ്യാനായ ജാസകൃത്. ഇതിനെ നമ്മളിത് പറയണേ പഠിക്കുന്നറിയോ? ഇത് കേട്ടാൽ നമ്മളിനി വേറെ ആരുടെ അടുത്തും പോകരുത്. എന്ത് വേണോ ഇനിയിപ്പോൾ നമുക്ക് പല ആഗ്രഹം, ഇപ്പോൾ ആഗ്രഹം നിഷ്കാവനൊന്നും നമ്മളായിട്ടില്ല, ശരി, കുഴപ്പമില്ല, ഒരു തകരാറുമില്ല. പക്ഷേ അവരുടെ അടുത്തും ഇവരുടെ അടുത്തും പോകണ്ടോ? ഈ കൃഷ്ണനെ പിടിച്ചോളൂ, ഈ ഭഗവാനെ പിടിച്ചോളൂ, സർവേശ്വരൻ ഒരാളെ പിടിച്ചാൽ മതി. മനസ്സിലായോ? എല്ലാം തരും നിങ്ങൾക്ക്. അത് മോശമാണെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ എങ്ങനെ ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കുക? ഒന്നും ചോദിക്കാൻ പാടില്ല എന്നല്ലേ പറയണ സ്വാമി? ഇവിടെ താൻ ആ നിലയിലെത്തിയോ? എന്നാ ശരി, വെറുതെ പോയി സത്സംഗം ചെയ്തിട്ട് ഒന്നും ചോദിക്കാൻ പാടില്ല, നിഷ്കാമ ഭക്തിയാണ് കേമെന്ന് കേട്ടിട്ട് അയ്യോ ഞാൻ എങ്ങനെ ഭഗവാനോട് ചോദിക്കും, എനിക്കാണെങ്കിൽ 100 ആഗ്രഹങ്ങൾ ആവശ്യം ഡിമാൻഡ് ഇട്ടേനും. എടോ ഭഗവാനോടല്ലാണ്ട് പിന്നെ ആരോട് ചോദിക്കും? ഒരു കുട്ടി തന്നെ അച്ഛനോട് അമ്മോട് അല്ലാണ്ട് ആരോട് ചോദിക്കുക? അല്ലേ? അതിലൊക്കെ ആരോട് പോയി ചോദിക്കണേക്കാൾ ഭേദമല്ലേ നാട്ടുകാരോടും വീട്ടുകാരോടും പോയി കൈ നീട്ടണേക്കാൾ എത്രയോ ബെറ്റർ അല്ലേ സ്വന്തം അച്ഛനോടും അമ്മോട് ചോദിക്കണത്? ഭഗവാനല്ലേ നമ്മുടെ മാതാ ധാതാ പിതാമഹ, നമ്മുടെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ഇരിക്കുന്ന ആള് ഗുരുവായൂരപ്പനല്ലേ? ഇത് പറഞ്ഞിട്ടില്ലേ കൃഷ്ണൻ ഗീതയില്? അതിൽ വിശ്വാസം വേണ്ടേ? നോക്കൂ, പിതാഹമസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹ, എന്തൊക്കെ ഭഗവാൻ പറയണേ. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾ കുട്ടികളെ, അറിവില്ലാത്ത കുട്ടികളെ സാരമില്ല, ചോദിച്ചോളൂ, ഞാൻ തരാൻ തയ്യാറാ. നോക്കൂ കൃപ ഭഗവാന്റെ. നോക്കൂ, ഇത് നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കൂല്ലയോ? ഈ ആശയം നമ്മളെ സ്വാധീനിച്ചാൽ നമ്മൾക്ക് പിന്നെ എന്തിനാ പരിഭ്രമിക്കണം? നമുക്കുണ്ടല്ലോ ഒരാള് പറയാൻ, ചോദിക്കാൻ, എന്തിനും. യാതൊരു വലിയ ആവശ്യമില്ല. ഇന്നിപ്പോൾ ഭഗവാനെ എനിക്ക് ഇതിലൊക്കെ ആഗ്രഹം, നാളെ ഇതിലൊക്കെ കുട്ടിക്ക് കളിക്കോപ്പിലായിരിക്കും ആഗ്രഹം. കുട്ടി കുറച്ചിങ്ങനെ വലുതായി കഴിയുമ്പോഴോ ആ കളിക്കോപ്പൊക്കെ അടുത്ത കുട്ടിയെ കാണുമ്പോൾ കുട്ടി എടുത്തോളൂ കേട്ടോ. ചിലപ്പോൾ അയലക്കത്തെ കുട്ടിയാവും, ചിലപ്പോൾ സ്വന്തം അനിയനാവും. സന്ധ്യന്മാരൊന്നും ഇപ്പം ഉണ്ടാവില്ലല്ലോ, ഇപ്പോൾ ഉണ്ടാവലൊക്കെ ഒരെണ്ണുള്ളൂ. അതുകൊണ്ടോ ഇനി ഏതെങ്കിലും കുട്ടിയെ കണ്ടാൽ അവന് കൊടുത്തു. നേരെ മറിച്ചോ ആ കുട്ടിക്ക് കളിക്കാട്ടത്തിൽ താല്പര്യം ഉണ്ടാകുമ്പോൾ വേറൊരു കുട്ടി വന്ന് തട്ടിപ്പറിച്ച എന്താ ലഹള ബഹളം കരച്ചിലേ. ഇതുപോലെ ഇപ്പം നമ്മൾ ആ കുട്ടിയാ ആസ് യു ഗ്രോ നമ്മളങ്ങനെ ക്രോണോളജിക്കലായിട്ടും അതുപോലെ സ്പിരിച്വലായിട്ടും നമ്മൾ ഉയരും അല്ലേ, വളരും. ശരിയല്ലേ? അങ്ങനെ നമ്മൾ വളരുമ്പോഴോ നമുക്ക് ആ കുട്ടി കളിപ്പാട്ടങ്ങൾ താല്പര്യമുണ്ട്. ഇപ്പോൾ ഇതുപോലെ വേണം ഈ പ്രാപഞ്ചിക വിഷയങ്ങളുടെ നിസ്സാരത മനസ്സിലാക്കിയിട്ട് നമ്മൾ മാനസികമായി ആധ്യാത്മികമായി ഉയരുമ്പോൾ അതിലുള്ള മോഹങ്ങൾ തന്നെത്താനെ കൊഴിഞ്ഞു പോവാൻ. അല്ലാണ്ട് നമ്മൾ ബലമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് പോവില്ല. അത് സമ്പാദിക്കുക. വിവേകാനന്ദ സ്വാമികളുടെ അടുത്ത് ഒരാൾ കണ്ടപ്പോൾ ചോദിച്ചു, നല്ലൊരു ചെറുപ്പക്കാരൻ വന്നിട്ട്, ഓ സ്വാമി എനിക്ക് അങ്ങയുടെ ശിഷ്യനാവണം, അതിനായിട്ട് പ്രഭാഷണം കേട്ട് ഇൻസ്പയർഡായിട്ട്. നിനക്ക് എന്താ ഉള്ളത്? നിനക്ക് ത്യജിക്കാൻ വലുതുണ്ടോ? നല്ലൊരു ഹെൽത്തി ബോഡി ഉണ്ടോ നിനക്ക്? വെൽത്ത് ഉണ്ടോ? പണം ഉണ്ടോ നിനക്ക്? ആരോഗ്യമില്ല, സമ്പത്തുമില്ല, ഒന്നുമില്ല. ഇതൊന്നുമില്ലാത്ത നീ എന്തിനായിട്ടാ സന്യസിക്കാൻ പോണേ? ആദ്യം നീയൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് വാങ്ങും. ഒന്നുമില്ലാത്തവൻ എന്തിനെ ത്യജിക്കുമല്ലേ? നല്ല തമാശയോ അല്ലേ? അതുപോലെയാണ് ഇപ്പൊ നമുക്ക് 100,000 വസ്തുക്കളിൽ ആശയുണ്ട്, ഒരു കുഴപ്പമില്ല. ഒരു സമയം വരും ഭഗവാനെ ആശ്രയിച്ച് ഭജിച്ച് ഇതൊന്നും വേണ്ട, എനിക്ക് ഭഗവാനെ മാത്രം മതി എന്ന്. ആ നിലയിൽ നമുക്ക് ഭഗവാനെ മാത്രം ചോദിക്കാം. ഇപ്പോൾ എന്ത് ചോദിച്ചാലും മായയിൽ പെട്ടിരിക്കുകയാണ് നമ്മൾ. അത് മനസ്സിലാക്കി ആ ഭഗവാനെ ആശ്രയിച്ചോളൂ. ധർമ്മമോ അർത്ഥമോ കാമമോ മോക്ഷമോ എന്തു വേണമെങ്കിലും ഭക്തന്മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുന്ന കൽപ്പവൃക്ഷമല്ലേ കൃഷ്ണ അവിടുന്ന്. ഇതൊക്കെ അർജുനൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയണേ. തഥായം ചാവതാരത്തെ, അങ്ങനെയാണെങ്കിലും ഭഗവാനെ അവിടുത്തെ അവതാരം എന്തിനാ? ഭൂവോ ഭാരജികീർഷയ, ഭൂമിയുടെ ഭാരത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ചെയ്ത ഈ അവതാരവും സ്വാനാം ച അനന്യഭാവാനാം അനുധ്യാനായ ജാസകൃത്, ദുഷ്ടനിഗ്രഹം മാത്രമല്ല ഭഗവാന്റെ അവതാരത്തിന്റെ ഉദ്ദേശം, പിന്നെയോ ശിഷ്ടപരിപാലനവും കൂടിയാണ്. അല്ലേ? ഇപ്പോൾ ഭൂഭാരശമനത്തിനാണ്, ഭൂഭാരം തീർക്കാനാണ് ബ്രഹ്മാദികളുടെ പ്രാർത്ഥന കൊണ്ട് ഭഗവാൻ അവതരിച്ചത്. പക്ഷേ തൻ്റെ സംബന്ധികളായ ഭക്തന്മാരെ അനുഗ്രഹിക്കാനും കൂടിയിട്ടാണ് ഭഗവാന്റെ അവതാരം. ഏകാന്ത ഭക്തന്മാർക്ക് നിരന്തരം ധ്യാനിക്കാനുള്ള രൂപം കാണിച്ചു തന്നു. മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് കൃഷ്ണരൂപം നിരന്തരം ധ്യാനിച്ച് അതിലൂടെ മനസ്സ് ഭഗവാനിൽ ചേർന്ന് മുക്തനാവാം. അല്ല ലൗകിക വസ്തുക്കളിൽ ആഗ്രഹമുള്ള ഭക്തന്മാരാണെങ്കിലോ ആ ഭഗവാനെ ആശ്രയിച്ച് ഭജിച്ച് സേവിച്ച് അത് സമ്പാദിക്കാം. എല്ലാത്തിനും കഴിവുള്ള ആളാണ് ഭഗവാൻ. ആ ഭഗവാന്റെ അവതാരോദ്ദേശം കേവലം ദുഷ്ടനിഗ്രഹം അല്ലെങ്കിൽ ഭൂമിയുടെ ഭാരം തീർക്കൽ മാത്രമല്ല എന്നർത്ഥം. ഭക്തന്മാരുടെ ഭക്താഭീഷ്ടവര പ്രദായകായ നമഃ എന്ന് ശ്രീകൃഷ്ണ അഷ്ടോത്തരത്തിലുണ്ട്. അല്ലേ?
ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളെ മുഴുവൻ കൊടുക്കുന്ന ആ വരത്തെ കൊടുക്കുന്ന ഭഗവാനെ നമസ്കാരം. അപ്പൊ സങ്കല്പം കൊണ്ട് സർവത്തിനും ശക്തിയുള്ള ആളാണ് ഭഗവാൻ. ഭഗവാന്റെ അനുഗ്രഹം ഇൻ ഷോർട്ട് എന്തിനു വേണ്ടിയാ? ഭക്താനുഗ്രഹാർത്ഥം, ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാ. ഭൂഭാരം തീർക്കലും ദുഷ്ടസംഹാരമൊക്കെ ഭഗവാൻ വരണ്ട. അപ്പോൾ ഈ മഹാമാരി കൊണ്ട് എത്രയോ ഭൂഭാരം തീർന്നുകൊണ്ടിരിക്കണല്ലേ അല്ലേ? ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ എത്രയോ ഭൂഭാരം തീരണല്ലേ? ഇങ്ങനെ പ്രകൃതിക്ഷോഭങ്ങളെ കൊണ്ട് എത്രയോ ഭൂഭാരം തീരുന്നില്ലേ? ഭൂഭാരം തീർക്കാൻ ഭഗവാൻ ഒരു ഫിസിക്കൽ രൂപം എടുത്ത് നമ്മുടെ അടുത്തേക്ക് വരേണ്ടതും വേണ്ട. ഭക്താനുഗ്രഹമാണ് ഭഗവാന്റെ അവതാരത്തിന്റെ മെയിൻ പർപ്പസ്. നമ്മളെ ബ്ലസ് ചെയ്യാൻ, അനുഗ്രഹിക്കാൻ. ഭഗവാൻ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഭഗവാന്റെ കഥ പറയാൻ പറ്റും നമുക്ക്? ഭഗവാൻ ലീലകൾ ഉണ്ടാവുമോ? അവിടുത്തെ ഗുണങ്ങളുണ്ടാവുമോ? അവിടത്തേക്ക് നാമങ്ങളുണ്ടാവുമോ? അവിടുത്തെ പൂജിക്കാൻ പറ്റുമോ? അവിടെ ധ്യാനിക്കാൻ രൂപം ഉണ്ടാവുമോ? ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് ഈ സംസാരത്തിന് രക്ഷപ്പെടാൻ പറ്റുക? അപ്പം മെയിൻ ഉദ്ദേശം എന്താ? അനുഗ്രഹായ ലോകാനാം കേവലം ദേഹമാശ്രിത. കേവലം നമ്മളെമായൊരു ശരീരം എടുത്ത് ഭഗവാൻ വന്നിരിക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കാൻ, ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ്. ആരാണോ അവിടുത്തെ ആ ലീലകളെ കേൾക്കുന്നത് തൽപരോ ഭവേന്ന, അവനിൽ പരമപ്രേമമുള്ളവനായി മാറും, ഭഗവാനിൽ മനസ്സുറയ്ക്കും. അതാ ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ചു അർജുനൻ. എന്നിട്ട് പറയണു, കിമിതം സിത് കുതോ വേദി ദേവദേവന വേദ്മ്യഹം സർവതോ മുഖമായാതി തേജ പരമദാരുണം. ഇതുവരെ ഭഗവാനെ സ്തുതിക്കേണ്ടായത് ഭഗവാന്റെ മഹാത്മ്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട്. ഇനി തൻ്റെ കാര്യം പറയാം. ഭഗവാനെ, ഈ അസ്ത്രം വലിയൊരു തേജസ്, ലോകം മുഴുവൻ ദഹിപ്പിക്കുന്ന മാത്രമല്ല, ആ പ്രചണ്ഡ തേജസ് തന്നെ സംഹരിക്കാനായിട്ട് വരണു. കിമിതം തേജ ഭഗവാനെ, ദേവാദിദേവ, ദേവദേവ, ദേവദേവോത്തമ, ദേവന്മാർക്കും ദേവനായുള്ളവനെ, ഈ ഭയങ്കരമായ തേജസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. സർവതോമുഖം, എല്ലായിടത്തും മുഖമുള്ളമായ സർവ്വതിക്കുന്നു തന്നെ ഒഴുകാൻ വരിക. എന്താണത് എനിക്കറിയാൻ കഴിയണില്ല, എവിടുന്നാ വരണേന്നും എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ ഭഗവാനോട് ശരണമടഞ്ഞപ്പോൾ ഭഗവാൻ അല്ലാതെ വേറെ ആശ്രയമില്ല. ഇപ്പൊ അർജുനൻ നോക്കൂ, മുക്തിയല്ല ചോദിക്കുന്നത്, ഇപ്പൊ വന്ന ആപത്തിൽ നിന്ന്, അന്നന്ന് വരുന്ന ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ ഭഗവാനല്ലാണ്ട് വേറെ ആരാളുള്ളത്? ഭഗവാൻ പറഞ്ഞു, വേദ്ധേദം ദ്രോണപുത്രസ്യ ബ്രാഹ്മമാത്രം പ്രദർശിതം നൈവാസോ വേരസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ. അർജുന, ഇത് ദ്രോണന്റെ പുത്രനായ അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രാണ്. എന്താ അയാൾ ഈ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചത്? ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അയാൾക്കിപ്പോൾ സ്വന്തം ജീവനിൽ മോഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ജീവിതാശ ബലിയസി എന്നല്ലേ പറയാ, ജീവിച്ചിരിക്കാനുള്ള മോഹം എല്ലാവർക്കും ഇല്ലേ? അതുകൊണ്ട് അയാൾ വേറൊരു വഴിയും കാണാതെ തൻ്റെ പ്രാണന ആപത്ത് വന്നു എന്ന സമയത്ത്, അർജുനന്റെ കൈ കൊണ്ട് മരണം ഉണ്ടാവുന്ന സമയത്ത് ആ ആത്മരക്ഷയ്ക്ക് വേണ്ടി അയാളത് ഉപയോഗിച്ചതാണ്. പക്ഷേ അസൗ സംഹാരം നൈവ വേദ, അദ്ദേഹത്തിന് ഇതിനെ ഉപസംഹരിക്കാൻ അറിഞ്ഞും കൂടാ. വേദ, ഇത് നിനക്കറിയാലോ. എന്ത്? നിനക്ക് അയക്കാനും ഉപസംഹരിക്കാനും അറിയാലോ. അയാൾക്ക് അശ്വത്ഥാമാവിനിത് അയക്കാനേ അറിയുള്ളൂ, ഉപസംഹരിക്കാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നഹ്യസ്യ അന്യതമം കിഞ്ചിത് അസ്ത്രം പ്രത്യവകർശനം ജഹ്യ അസ്ത്രതേജ ഉന്നദ്ധം അസ്ത്രജ്ഞോ ഹസ്ത്രതേജസാം. ഇനി ഈ ബ്രഹ്മാസ്ത്രത്തെ വേറൊരു അസ്ത്രം കൊണ്ട് തടുക്കാൻ പറ്റുമോ? ഇല്ല. ബ്രഹ്മാസ്ത്രത്തിന് പ്രത്യസ്ത്രം ബ്രഹ്മാസ്ത്രം മാത്രം. തും അസ്ത്രജ്ഞോസി, നീയാണ് ഈ അസ്ത്രങ്ങളെ, ബ്രഹ്മാസ്ത്രത്തെയൊക്കെ പ്രയോഗിക്കാൻ, അയക്കാനും സംഹരിക്കാനും അറിയുന്നവനാണല്ലോ. അതുകൊണ്ട് ഉന്നദ്ധമിതം അസ്ത്രതേജ അസ്ത്രതേജസാജഹി, അത്യുഗ്രമായി ലോകം മുഴുവൻ ദഹിപ്പിക്കാൻ പാകത്തിന് വരുന്ന ഈ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ നീ ബ്രഹ്മാസ്ത്രം അയച്ച് രണ്ടിനെയും ഉപസംഹരിച്ച് നശിപ്പിക്കൂ എന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞു. അത് കേട്ട സമയത്ത് അർജുനൻ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ആചമനമൊക്കെ ചെയ്ത് ബ്രഹ്മാസ്ത്രം അയച്ച് രണ്ട് ബ്രഹ്മാസ്ത്രത്തെയും ഉപസംഹരിച്ചു എന്നാണ് ഇനി പറയാൻ പോണത്. ഓം നമോ നാരായണായ, 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 ഓം നമോ
ഓം നമോ നാരായണായ. 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 കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.